ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യമായിട്ടുള്ള വെബിനാറുകളുടെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചകളിലും സൈക്കോ തെറാപ്പികളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാവ് സാറിന്റെ കീഴിലായിട്ട് വളരെ മനോഹരമായി തന്നെ നമ്മൾ സൗജന്യ വെബിനാറുകൾ കണ്ടക്ട് ചെയ്ത് വരികയാണ്. അതിന്റെ ഭാഗമായി പുതിയ ഒരു തെറാപ്പി ഈ വെള്ളിയാഴ്ച നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ നമ്മളിൽ പലരും ഈ ഒരു തെറാപ്പി പഠിച്ചവരുമാകാം. ബട്ട് എന്തിനെന്നാൽ കൂടി കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുക്കുന്നത്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല ഇത്തരം വെബിനാറുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കണം, ഇതെല്ലാം മനസ്സിലാക്കണം, ഇതിൻ്റെ നോട്ട്സൊക്കെ ശേഖരിക്കണമെന്ന അതിയായ ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്നതിൽ നിങ്ങളെ പ്രത്യേകം പ്രശംസിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം കൗൺസിലിംഗ് അതല്ലെങ്കിൽ സൈക്കോളജി, സൈക്കോ തെറാപ്പി മേഖലയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെന്നും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. പുതിയ കാലങ്ങൾക്കനുസരിച്ചിട്ട് പുതിയ രീതികൾക്കനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ അറിവുകൾ നവീകരിക്കാനും പുതിയ കഴിവുകൾ നേടിയെടുക്കാനും അതേപോലെ തന്നെ പുതിയ കേസുകളെ പരിചയപ്പെടാനും പുതിയ കേസുകളെ എടുക്കാനും അതേപോലെ തന്നെ അതിനെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന ഒരാളെ അവരുടെ ഒരു പെയിൻ, ആ പെയിനെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്പിരിച്വലിയൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു പുണ്യപ്രവർത്തനം എന്നൊക്കെ പറയാവുന്നത് പോലെ തന്നെ അത് കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, ലേണിംഗ് ഡിസബിലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, ഇനി അതല്ല റീഹാബിലിറ്റേഷൻ മേഖലയിൽ ജെറിയാട്രിക്കിൽ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെ തുടങ്ങിയിട്ട് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായി കഴിഞ്ഞാലും നമ്മളുടെ അടുത്തേക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്ന ഒരാളെ മനോഹരമായിട്ട് തിരിച്ചയക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ മാക്സിമം നോളജുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആണ് വിംബിൾ അക്കാദമി നിലനിൽക്കുന്നത്. നിങ്ങളിൽ നിന്ന് പേയ്മെന്റ് മേടിച്ചുകൊണ്ട് നടത്തുന്ന വർക്ക്ഷോപ്പുകളാണെങ്കിൽ പോലും എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും എന്നാണ് നമ്മളും നമ്മളുടെ ഫാക്കൽറ്റികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ പോലും മാക്സിമം പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇപ്പൊ നമ്മുടെ CBT ആയി കഴിഞ്ഞാലും മറ്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഏത് തെറാപ്പികളായി കഴിഞ്ഞാലും കൗൺസിലിംഗ് ആയി കഴിഞ്ഞാലും ഒക്കെ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടേതുമാണ്. നമുക്കിതിനെ വിജയിപ്പിക്കണം, ഡെവലപ്പ് ചെയ്യണം. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പല പ്രാവശ്യം പറഞ്ഞതാണ്, സൈക്കോ തെറാപ്പികളൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വലിയ ഹ്യൂജ് എമൗണ്ടുകളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ സ്റ്റക്ക് ആവുകയാണ്. എങ്ങനെ നമുക്കത് പഠിക്കാൻ പറ്റില്ല. ഒരു നോർമൽ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ സ്റ്റക്ക് വരികയാണ്. നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അതൊരു ബാരിയർ ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് എല്ലാവരിലേക്കും സാധാരണക്കാരിലേക്കും നമുക്ക് സൈക്കോ തെറാപ്പികളിൽ എത്തണം. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ അർച്ചന കവിയുടെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, അവർ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. സൈക്കോ തെറാപ്പി എടുക്കാൻ ഓരോ ദിവസവും വലിയ എമൗണ്ടുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ റെമഡിയേഷൻ ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് പല രക്ഷിതാക്കളും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ്, സാറേ റെമഡിയേഷന് കൊടുക്കാൻ പൈസ ഇല്ല, മോന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, പക്ഷേ പൈസ ഇല്ല കൊടുക്കാൻ, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത്. അതല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുന്ന സമയത്തും അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കൊരു ഇൻകം ഉണ്ടാകണം, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് എന്നിരുന്നാൽ കൂടി നമുക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്, സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കോഴ്സുകളിലും വർക്ക്ഷോപ്പുകളിലും ഒക്കെ സഹകരിക്കുന്ന, ജോയിൻ ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്റ്റാറ്റസ് വെക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹങ്ങളും സന്തോഷങ്ങളും അറിയിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിയാണ്. അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്ക് ഇൻക്ലൂഡിങ് CBT, DBT അടക്കമുള്ള ഒരുപാട് തെറാപ്പികളിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നിസാവ് സാറാണ്. അതേപോലെ തന്നെ നിസാവ് സാറ് കൗൺസിലിംഗ്, റെമഡിയേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലിക്കറ്റ് സ്വദേശിയാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സന്തോഷത്തോടെ ഞാൻ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു വെബിനാറിലേക്ക് ഈ ഒരു തെറാപ്പി പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി, സതുദ്ദേശത്തോടു കൂടി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും വളരെ സന്തോഷത്തോടെയുള്ള സ്വാഗതം അറിയിച്ചുകൊണ്ട് നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. നിസാവ് സാർ പ്ലീസ്. കാണുന്നുണ്ടോ? വീഡിയോ ഓൺ ആണോ? ഓൺ ആണ്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. പിന്നെ ഗുഡ് ഈവനിങ് ഓൾ. യെസ്, ഓക്കെ. ഒരുപാട് ആളുകൾ പരിചയമുള്ള, സാധാരണ പറയുമ്പോൾ എൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് നമ്മുടെ സെഷനിൽ വരുന്ന ആളുകളുണ്ട്. ഇതിലും അറിയാ എന്താണ് സാറ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും പൈസ സാറൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് പഠിച്ചതാണ്. പക്ഷെ അതേപോലെ ഒന്നും നമുക്ക് എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അതേപോലെ ഫീസും മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോ നമ്മുടെ CBT തന്നെ ഇപ്പോൾ 8 ബാച്ചോളം കഴിഞ്ഞു. അപ്പോൾ ആ ബാച്ചിലെ പലരും നമ്മളോട് പല കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ സംശയങ്ങൾ, നമ്മൾ ഒരിക്കലും റീപ്ലൈ കൊടുക്കാതിരിക്കാറില്ല. ഇനിയും ആർക്കും കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് അയക്കേണ്ടതാണ്, ഞാൻ പല ക്ലാസ്സിൽ പറയാറുണ്ട്. എനിവേ, നമുക്ക് സമയപരിധി വളരെ കുറവായത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തെറാപ്പിയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോവാം. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ഞാൻ ആശംസ അറിയിക്കുകയാണ്, എൻ്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി, അതായത് ഇതിന് മറ്റൊരു പേര് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി കൂടിയാണ് ഇതിന്റെ ഒറിജിനൽ പേര്. പക്ഷെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാൾ റോജർ ആണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയത്ത് ക്ലയന്റ് സെന്റേർഡ് എന്നാണ് ഇതിന് പേരിട്ടിട്ടുണ്ടായത്. പക്ഷെ ആ സമയത്ത് പിന്നീടാണ് അദ്ദേഹം ഒരു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് ഒരു വ്യക്തി, ക്ലയന്റ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു തെറാപ്പിയുടെ ഒരു ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഒരു വ്യക്തിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തെറാപ്പിയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആ വ്യക്തിക്കാണ് പൂർണ്ണമായിട്ടും മുൻഗണന കൊടുക്കുക. അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അയാളോട് ചോദിക്കുക, അയാളിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു തെറാപ്പിയിലേക്ക് ക്ലയന്റിനെ പൂർണ്ണമായിട്ടും എടുക്കുക എന്നുള്ള ഒരു ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള രീതി, സെൽഫായിട്ട് അയാളെ ഒരു പൊതുസമൂഹത്തിന് വേണ്ടി അയാളിൽ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയാസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡറിൽ ഉപയോഗിക്കാം, ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെയാണ് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള, അതായത് എനിക്ക് എന്തൊക്കെയോ വേദനകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ശാരീരികമായ വേദനകളും ടെൻഷനും കാര്യങ്ങളും അങ്ങനത്തെ ഡിസോർഡറുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ അബ്യൂസുകൾ, അതുപോലെ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ അഗോറോഫോബിയ. മെയിനായിട്ട് അഗോറോഫോബിയയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ക്ലയന്റ് സെന്റർ. അഗോറോഫോബിയ എന്ന് പറഞ്ഞാൽ പബ്ലിക്
പ്ലാറ്റ്ഫോമിലേക്ക് പോവാനുള്ള ഒരു പേടി, മടി, അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഏരിയയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളിലേക്കും നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത് ആണ്. അദ്ദേഹമാണ് ഈ ഒരു തെറാപ്പി ഉണ്ടായത്. അപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ, അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിനെ എങ്ങനെയാണ് ഒരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സജീവമായിട്ടുള്ള ഒരു പങ്ക്, അതായത് ക്ലയന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കൊളാബറേഷനോട് കൂടി നമ്മൾ ഒരു തെറാപ്പി ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോ ഒന്നും ചോദിക്കാൻ ചിലപ്പം പറ്റില്ല. പക്ഷെ നോൺ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ വളഞ്ഞു പിരിഞ്ഞൊക്കെ നമുക്ക് പറയാറില്ലേ? അതേപോലെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് പൂർണ്ണമായിട്ടും ക്ലയന്റിനെ കൊണ്ട് തന്നെ എല്ലാ ആക്ഷൻസും നമ്മൾ എടുപ്പിക്കുന്ന ഒരു രീതിയാണ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോ ഇതില് സാധാരണയായിട്ട് നമ്മള് ഈ ഇദ്ദേഹം റോജർ പറയുന്നുണ്ട്. ഹ്യൂമൻ നാച്ചുറൽ ആയിട്ട് പലതരത്തില് നമുക്ക് ചിലപ്പോ ചെറുപ്രായത്തിൽ തന്നെ നമ്മള് കുട്ടികളൊക്കെ മോശമായിട്ടുള്ളതും നല്ലതും ചീത്തയും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനത്തെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഒരു വ്യക്തിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ നല്ലത് എന്നത് ചീത്തത് എന്നതില്ല. എല്ലാം എന്താണ് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നെന്താണ് നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് വേർതിരിച്ച് പോകുമ്പോഴാണ് യഥാർത്ഥ ഒരു വ്യക്തിയായി മാറുന്നത്. ഇദ്ദേഹം ഇതില് തെറാപ്പി എന്ന് പറയുന്നു. പക്ഷെ ഇതില് ഇദ്ദേഹം ഒരു സെൽഫ് തെറാപ്പിയും കൂടി ഇതിന് എക്സ്ട്രാ ആയിട്ട് പേര് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ പല ആളുകളും കേൾക്കും സെൽഫ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ക്ലയന്റ് സെന്റർഡ് തെറാപ്പി തന്നെയാണ് ഈ ഒരു സെൽഫ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഓരോ തെറാപ്പി സെഷനും നമുക്ക് ഓക്കെ. അപ്പോ ഓരോ സെഷനിലും നമുക്ക് ഒരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ക്ലയന്റിന്റെ ഒരു സജീവമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ആവശ്യമാണ്. കാരണം അയാളെക്കൊണ്ട് തന്നെയാണ് എല്ലാം പറഞ്ഞിട്ട് അയാളെക്കൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ അവിടെ തന്നെ എഴുതി ഉണ്ടാക്കുക എന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. അതേ സമയത്ത് ഈ ഒരു ക്ലയന്റിന്, അതായത് നമുക്ക് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്കെന്താണ് ജസ്റ്റ് ഒരു വഴികാട്ടിയായിട്ടോ ഒരു സപ്പോർട്ടീവ് പാനൽ ആയിട്ടോ മാത്രമാണ് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ക്ലയന്റ് ആണ് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയേണ്ടതും ഞാൻ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത്, ആ പ്രശ്നങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, അതിനെന്ത് സൊല്യൂഷൻ ആണ് എനിക്ക് നേടാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതില് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളൊരു തെറാപ്പി കൊടുക്കുകയാണ്, CCT ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ക്ലയന്റിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അവരെ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒരു ജസ്റ്റ് ഒരു റാപ്പോ ബിൽഡപ്പിന് ശേഷം നല്ലൊരു ഒരു വെൽക്കം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് അയാളോട് പ്രശ്നങ്ങളിലേക്ക് പറയുക. ആ പ്രശ്നങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എന്താണെന്നാണ് നമ്മൾ CBTയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സോക്രാറ്റിക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അത് ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ക്ലയന്റിന് ഒരു സപ്പോർട്ടിക് പാനൽ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു തെറാപ്പി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ ഒരു തെറാപ്പി അദ്ദേഹം കാർൽ റോജേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1992 ഏകദേശം അറൗണ്ട് 1940 ഈ ഒരു തെറാപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. 1950 ഈ സമയത്ത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലത്തായിരുന്നു ഈ ഒരു തെറാപ്പി വന്നിട്ടുള്ളത്. വലിയ ഫോക്കസ് ആയിട്ടുള്ള തെറാപ്പി അല്ലെങ്കിൽ പോലും എന്താണ് ഇദ്ദേഹം ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന തിയറി അക്കാലത്ത് ഒരു കിടപിടിക്കുന്ന, അതായത് സൈക്കോ ഡൈനാമിക് തിയറിന്റെ കൂടെ കിടപിടിക്കുന്ന ഒരു തിയറി തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു തെറാപ്പി സെഷൻ പല തെറാപ്പിയിൽ നിന്ന് ഉപയോഗിക്കുന്ന എക്ലറ്റിക് അപ്രോച്ച് മൂലം ഈ ഒരു തെറാപ്പി സാധാരണയായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോ ഈ ഒരു ഈ തെറാപ്പിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം വിശ്വസിക്കുന്ന എന്താണ്, സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനുഷ്യന്റെ ഉള്ളിലും ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് തന്നെ എന്താണ് വ്യക്തിപരമായിട്ട് എന്താണ് വളരാനുള്ള ഒരു സാഹചര്യം അവർക്ക് തന്നെ കഴിയും. ഇതാണ് മെയിൻ ആയിട്ടുള്ള പറയാം. കാരണം ഒരു പ്രശ്നവുമായിട്ട് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തന്നെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക, അതിൽ നിന്റെ സൊല്യൂഷൻ ഞാൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അതായത് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥയിൽ കുറെ കാലം വീട്ടിൽ അടങ്ങിയിരുന്ന് ജോലിക്കൊന്നും പോയിട്ടില്ല, ഒന്നും പറ്റുന്ന. അപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ജോലി നഷ്ടപ്പെട്ടു. ഒരു പോക്ക് നമ്മൾ അവിടെ എടുത്തു പറയാണ്, ജോലിക്ക് നിങ്ങൾ പോയിട്ടില്ല. ആ ജോലിക്ക് നിങ്ങൾ പോവാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ട്. ഇതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്.
അതായത് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മെയിൻ ആയിട്ടുള്ള അയാളെ നീഡ്സ് എന്തായിരുന്നു? ജോലിയായിരുന്നു. ആ ജോലി കൂടി പോവാണ്ടായപ്പോൾ അയാൾ ഒന്നുകൂടി ഡൗൺ ആയി. ആ ഡൗൺ ആയ സമയത്ത് എന്താണ്, പിന്നീടാണ് അയാൾക്ക് ബുദ്ധിമുട്ടും കാര്യം കൂടുതലായി വന്നത് നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വന്ന സമയത്ത്. അപ്പോ മെയിൻ ആയിട്ടുള്ള അയാൾ നീഡ്സ് എന്തായിരുന്നു? കുടുംബത്തിന് വേണ്ടി ഒരു ജോലി അയാൾക്ക് ആവശ്യം. അത് ഒഴിവാക്കിയത് മൂലം അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഒരു ചോദ്യം അത്. ഇതേപോലെയാണ് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോ ഈ ഒരു വർക്ക് എന്നത് CCT സാധാരണയായിട്ട് ഒരു പിന്നെ ഈ ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവരെ ഡയറക്റ്റ് ആയിട്ടുള്ള അവരെ പ്രോബ്ലങ്ങളിലേക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അവരെ ബുദ്ധിമുട്ടുകൾ ചോദിക്കുക എന്നതിനപ്പുറം അവരെന്താണോ പറയുന്നതനുസരിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതില് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം CCTയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഇപ്പൊ നിലവിലുള്ള കോൺഗ്രൻസ് എന്ന് പറയുന്ന പൊരുത്തക്കേടുകൾ, അതായത് അവരെ ലീവിൽ ഇപ്പൊ എന്തൊക്കെയാണ് അവരെ ലൈഫുമായിട്ട് ബന്ധപ്പെടാത്ത എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലൈഫിൽ ഉള്ളത്, അത് നമ്മൾ അവരോട് ചോദിക്കുക. എന്നിട്ട് അത് അവരെ കൊണ്ട് എഴുതിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഇതിന് ഒരു തോട്ട് റെക്കോർഡ് ഉണ്ട് ഈ ഒരു തെറാപ്പിക്ക് മെയിൻ ആയിട്ട്. അപ്പൊ ആ തോട്ട് റെക്കോർഡ് ഞാൻ എങ്ങനെ എഴുതുന്നത് ലാസ്റ്റിലേക്ക് പറയാം. അപ്പോ ഇപ്പോ ഈ ഒരു CCT സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളതും അത് അവരുടെ പൊരുത്തക്കേടുകൾ അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു തെറാപ്പി കൊണ്ട് ഉള്ള ഉദ്ദേശം, അപ്പോ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി പ്രധാനമായിട്ട് ഒരു 3-4 ഏരിയസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അതായത് അവര് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ ശേഷം നോൺ ജഡ്ജ്മെന്റ് അല്ല. ഇതിപ്പോ എല്ലാ തെറാപ്പിയും നമ്മൾ പറയുന്നതാണ്, കേൾക്കുന്നതാണ്. പക്ഷെ ഈ ഒരു തെറാപ്പിയിൽ എന്താണ്, നമ്മൾ അവരെ പൂർണ്ണമായി കേട്ടതിന് ശേഷം യാതൊരു സപ്പോർട്ടീവ് ആയിട്ടും അല്ലാതെ സോറി പിന്നെ നോൺ ജഡ്ജ്മെന്റ് അല്ലാത്ത രീതിയിൽ, അതായത് ഇപ്പൊ ഒരാള് നമ്മള് ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോ ഒരാളെ കൊണ്ട് എന്നെ കൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അയാളോട് പറയാണ്, നിങ്ങൾ അയാളുമായി തൽക്കാലം ഒന്ന് അകന്നു നിന്നൂടെ? എന്തിനാണ് അയാളെ കൂടെ തന്നെ പോകുന്നത്? അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അഫെയർ ഉള്ള, അതായത് ലവ് അഫെയർ ഒക്കെ ഉള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അയാളെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ ബെറ്റർ ലൈഫ് ഇല്ലേ? എന്തുകൊണ്ട് അയാളെ കൂടെ എപ്പോഴും ഡിപ്പെൻഡന്റ് ജീവിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവരോട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ക്ലയന്റിന്റെ ഒരു പേഴ്സന്റെ പ്രശ്നങ്ങൾ അയാൾക്ക് എന്നും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. ഇത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പൂർണ്ണമായിട്ട് കേൾക്കുക. അയാൾ കേട്ടതിന് ശേഷം അതേപോലെ സപ്പോർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ അയാളോട് തന്നെ പറയുക. പിന്നെന്താണ്, നമ്മൾ ഈ തെറാപ്പി നടക്കുന്ന സമയത്ത് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ക്ലയന്റിന് ചിലപ്പോ തുടക്ക സമയത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോ ഒറ്റക്കായിട്ട് ഡിപ്രസീവ് ആയിട്ടുള്ള ആങ്സൈറ്റി ഉള്ള ആളുകളൊക്കെയാണ് ചിലപ്പോ ഒറ്റക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മള് ക്ലയന്റിന് വന്ന സമയത്ത് തന്നെ കുറെ നമ്മളെ കൂടെ ക്ലിനിക്കിൽ സ്റ്റാഫിനെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അതല്ല. അവർക്ക് എന്താണ് സേഫ് ആയിട്ട് തോന്നുന്ന ആ ഒരു ഏരിയ, കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം നമ്മളോട്. അതിനൊരു ഏരിയ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സേഫ് എൻവിറോൺമെന്റ് അവരുടെ ലൈഫിലും എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതാണ് നിങ്ങളുടെ ലൈഫിലേക്കും വേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റോൾ പ്ലേ മോഡൽ പോലെ ക്ലയന്റും തെറാപ്പിസ്റ്റും മാത്രം എന്നുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകേണ്ടത്. അതും ഈ ഒരു പോസിറ്റീവ് റിഗാർഡിൽ പെട്ടതാണ്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെ ചോദിക്കുക. ഓക്കെ. അപ്പോ മൂന്നാമത്തത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ഒരു എമ്പതി എന്ന് പറയുന്ന ക്ലയന്റിന്റെ ചിന്തകളെയും വികാരങ്ങളെയും പിന്നെ ഒരേ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ കാണുക എന്നുള്ളതാണ്. കാരണം അയാൾ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ, ചിന്തകളും കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ അയാൾക്ക് പ്രാധാന്യം നിറഞ്ഞതാണ്. അപ്പോ എമ്പതി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ക്ലയന്റ് വന്ന സമയത്ത് കരയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അയാളെ കൂടെ കരയുക എന്നുള്ളതല്ല. അതിനപ്പുറം അയാളെ സപ്പോർട്ടീവ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് വേണം, ജസ്റ്റ് ഒന്ന് ഒന്ന് തലവിയോ അല്ലെ തോളിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ടോ, അങ്ങനൊക്കെ അവർക്ക് നമ്മുടെ ഫീലിങ്സ് കൂടി അയാളുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കും ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. അതൊരു കൗൺസിലർക്ക് ഏറ്റവും വലിയതായിട്ട് വേണ്ടതാണ്, ഒരു ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഇരുന്ന് കേൾക്കാനുള്ള സമയം. അപ്പൊ ഇത് ആക്റ്റീവ് ലിസണിൽ പല
ചോദ്യങ്ങൾ ഉണ്ടാവും, പല ഫാമിലി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഭർത്താവിനെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ല ഭാര്യനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവള് വന്നത് കാരണമാണ് എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കിടയിൽ എന്താണ് റിഫ്ലക്റ്റ് ആവുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് ആയി കൗൺസിലർ എന്ന നിലയിൽ ഓട്ടോമാറ്റിക് ആയി ചില ചോദ്യങ്ങൾ ചോദിച്ചു പോകും. പക്ഷെ ക്ലയന്റ് സെന്റേഡ് തെറാപ്പിയിൽ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കും, അവർക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് എന്താണ്, ചിലപ്പോൾ അവർ പറയുന്ന ഫ്ലോയിൽ അങ്ങ് ചിലപ്പോൾ റൂട്ട് മാറിപ്പോ അവര് ഒരു വേറെ പ്രശ്നത്തിലേക്ക് പോകും. അതായത് നിലവിലൊരു പ്രസന്റിങ് ഫ്ലോ പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ്, അവരെന്തായാലും വേറെ പ്രശ്നത്തിൽ മുമ്പ് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അയാളെ കൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് നിലവിൽ എന്തൊരു പ്രശ്നം അയാൾ പറഞ്ഞു തുടങ്ങണം, അങ്ങനെ പോയിക്കോട്ടെ. ഒരു ചോദ്യം നമ്മൾ എന്താണ് വേണ്ട. പക്ഷെ അവർക്ക് എന്താണ്, നമ്മൾ കേൾക്കുന്നു എന്ന് അറിയാൻ വേണ്ടി അങ്ങനെയാണോ, ഓ അത് ശരി എന്നുള്ള ഒരു ജസ്റ്റ് ഒരു മൂളൽ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് ഈ ഒരു എമ്പതി ടൈപ്പിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു കോൺഗ്രൻസ് എന്ന് പറയുന്ന ഓതന്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതില് ആധികാരികത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്ലയന്റ് സെന്റർ തെറാപ്പിയിൽ, അതായത് ക്ലയന്റ് ആൻഡ് തെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു ഓപ്പണിംഗ് സെഷനിൽ തന്നെ അവര് തമ്മിൽ ക്ലയന്റുമായി ഇടപെടലുകൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ റാപ്പോ ബിൽഡപ്പ് എന്നൊക്കെ പറയാം, നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. അയാൾ ചിലപ്പോൾ വന്ന ഉടനെ ചിലപ്പോൾ അയാളെ പേര് ചോദിക്കുന്നു, എവിടുന്നാ വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ചോദിക്കുന്നതിന് പകരം എന്താണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വരാനുള്ള ഉദ്ദേശം, എന്താണ്, എന്നെ എങ്ങനെയാ നിങ്ങൾക്കറിയാം, നിങ്ങളെ പ്രയാസങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ലൈഫിൽ, ഒരൊറ്റ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന പോലെ തന്നെ ഒരു പ്രശ്നങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്, അയാള് വന്ന ആള് ക്ലയന്റ് എന്താണ് വിചാരിക്കുക, അപ്പൊ ഇയാള് എന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ വന്ന ഉടനെ എന്റെ പ്രശ്നത്തിലേക്കാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, എനിക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള തോട്ട്സ്. പക്ഷെ ഇതെന്താ പലതരത്തിൽ നമുക്ക് എന്താണ് എക്ലറ്റിക് അപ്രോച്ച്, അതേപോലെ ഇന്റഗ്രേറ്റഡ് കൾച്ചറൽ അപ്രോച്ച് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. കാരണം എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നല്ലൊരു റാപ്പോ ബിൽഡപ്പ് തന്നെ എന്താണ് ക്ലയന്റിന്റെ തുടക്കത്തിൽ നമുക്ക് വേണം. പക്ഷെ ഈ ഒരു തെറാപ്പിയുടെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഡയറക്റ്റ് ഒരു പ്രശ്നത്തിലേക്ക് അവർക്കൊട്ട് അവരങ്ങനെ പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് ഇത് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു തെറാപ്പി നടക്കുന്ന സമയത്ത് പോസ്റ്റർ നമുക്കെന്താ നല്ലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാല് ക്ലയന്റ് എന്താണ് പറയുന്നത് നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അവര് നമ്മളോട് എന്താണ് പറയുന്നത്, അത് അവരും വിശ്വസിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് അതിൽ വേണം. കാരണം ഒരു ക്ലയന്റ് പൂർണ്ണമായിട്ട് പറയുന്നത് ശരിയാണോ അതെങ്കിൽ തെറ്റാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെഷനിലൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്താണ് ആ ഒരു ട്രസ്റ്റ് എന്താണ് നമ്മൾ അവർക്ക് എന്താണ് ഫീലിങ്സ് കാണിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ് അവർ ഒന്നുകൂടി ഓപ്പൺ ആവും. ചിലപ്പോ ഇങ്ങനെ വേണമെങ്കിൽ അത് ചോദിക്കാം, നിങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്, അതൊന്നുകൂടി വ്യക്തമാക്കാമോ. അത് കാരണം ഒരു കൺഫ്യൂഷൻ വരും, സത്യമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവരോട് ചോദിക്കാം. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് എന്താണ് അവര് ചിലപ്പോ അത് വ്യക്തമാക്കാൻ കൂടി ഒന്നുകൂടി സമയമെടുക്കും. അപ്പൊ അത് പൂർണ്ണമായിട്ട് അത് ക്ലാരിറ്റി നമുക്ക് തരും. അപ്പൊ ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്ക് അവർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈ പിന്നെ അവര് യഥാർത്ഥത്തില് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് സിസിയിൽ പ്രധാനമായിട്ട്. നമുക്ക് എന്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അവരെന്താണ്, ഞാൻ ആരാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു ശരിയായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ അവർ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, അപ്പോ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു നിലവിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ എങ്ങനെയാണ് അത് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത് നമ്മൾ അവരോട് തന്നെ ചോദിക്കും. നിങ്ങൾ ഈ ഒരു പ്രശ്നവുമായിട്ട് വന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്? ആ അനുഭവിച്ചിട്ടുള്ള ഫീലിങ്സ് എത്രയാണ്? ഇത് സാധാരണ നമ്മൾ തോട്ട് റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ നടക്കുക. കാരണം ആ ഫീലിങ്സിന് ഒരു പെർസെന്റേജ് കൊടുക്കും. അനുഭവിച്ചുള്ള എക്സ്പീരിയൻസിന് ഒരു പെർസെന്റേജ് കൊടുക്കും. പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിന് എത്ര പെർസെന്റേജ് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റേജിൽ നാലാമത്തെ ഒരു കാര്യം സെൽഫ് ഐസൊലേഷൻ നിർബന്ധാക്കി ഉണ്ടായിക്കൊടുക്കുക. അയാൾ എന്താണെന്നുള്ളത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. അയാൾ നല്ല നല്ല ക്വാളിറ്റികൾ ചിലപ്പോ ഒരുപാട്
കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അന്നപ്പോ അതിൽ നിന്നെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനെന്താണെന്ന് നമുക്കൊന്ന് അയാളിൽ നിന്നും വളർത്തിയെടുക്കാൻ കഴിയാം. പിന്നെ അതേപോലെ തന്നെ ഓട്ടോണമിയാണ്. ഈ ഓട്ടോണമി എന്ന് പറയുന്നത് പിന്നെ ഒരു അധികാരഭാവം എന്നൊക്കെ പറയും സാധാരണയായിട്ട്. അവരെ ലൈഫില് എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് കാര്യങ്ങള്, അതുപോലെ തന്നെ ഈ ഒരു സ്വയംഭരണം എന്നാണ് ശരിക്കും അതിന്റെ ഒരു മീനിങ്. ഓട്ടോണോമി എന്ന് പറയും, ക്ലയന്റ് ഓട്ടോണമി. അവരെ ലൈഫിൽ എത്രത്തോളം അവര് സ്വന്തത്തോട് താല്പര്യം കാണിക്കുന്നുണ്ട്, അവരെ ജീവിതത്തില് എത്രത്തോളമാണ് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അയാളെ ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അയാൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, അയാളെ പേരിൽ അതിനിപ്പോ പ്രത്യേകിച്ച് കുട്ടികളുടെ പേരിലൊക്കെ സ്ട്രെസ് എത്രത്തോളം പഠനത്തിലെ കാര്യം പാരന്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അത് നമുക്ക് ഈ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പൊ അവരെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് ഒരിക്കലും ഒരു ഉപദേഷ്ടാവായിട്ട് അവരെ മുമ്പിൽ പോകാൻ പാടില്ല. കാരണം ഒരു അഡ്വൈസ് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല. ഒരു സഹായിയായിട്ട് അവരെ കൂടെ നിന്ന് ഞാൻ എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതേ ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു തെറാപ്പി കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പിയുടെ പർപ്പസ് എന്ന് പറയുന്നത് അവരെ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. സ്വന്തത്തോട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ പ്രത്യേകിച്ചൊരു എനിക്ക് തോന്നുന്നു ഡിപ്രസീവ് ആയിട്ടുള്ള ഇപ്പൊ അടുത്തൊരു കേസ് ഞാൻ പറയാം. ഇപ്പൊ അടുത്തൊരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. അതായത് കുട്ടീന്റെ വിഷയം എന്ന് വെച്ചാല് എക്സാം എഴുതുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ഓണപ്പരീക്ഷ എഴുതുന്ന സമയത്ത് കുട്ടിക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യം എക്സാം ഫിയർ ആണെന്ന് പറഞ്ഞിട്ടാണ് പാരന്റ് വന്നിട്ടുള്ളത്. അപ്പോ ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് കുട്ടി ഒരു കാര്യം ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു തോട്ട് റെക്കോർഡ് എഴുതിച്ച് കുട്ടീന്റെ പ്രശ്നങ്ങൾ എക്സാം എഴുതുന്ന തോട്ട് റെക്കോർഡ് സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എക്സാം ആണ്. ആ സിറ്റുവേഷൻ എത്ര ശതമാനം എത്ര പെർസെന്റേജ് കുട്ടിക്ക് പാനിക് ആയി കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് കുട്ടി അതിൽ ഒരു തോട്ട് എഴുതിയിട്ടുള്ളത് ഞാൻ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എക്സാമിൽ ആ എക്സാം കാര്യങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് ഒക്കെ ബ്ലൈൻഡ് ആയി പോയി. പഠിച്ചതൊന്നും ഓർമ്മയില്ല. എനിക്ക് എഴുതാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ആരാണെന്ന് അപർണ എന്ന് പറയുന്ന ഒരു കുട്ടിയെ എനിക്ക് എന്നെ ഓർമ്മയില്ല എന്നാ കുട്ടി പറയുന്നത്. എന്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലാണ്ടായി പോയി. ഇതെങ്ങനെയാണ് ലൈഫിൽ വന്നിട്ടുള്ളത് കുട്ടിക്ക്? അപ്പൊ ഇങ്ങനെ പോലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ഥിരമായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നത്, കുട്ടീനെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോ ഒരു 5 വർഷം കുട്ടി നിലവിൽ കുട്ടിക്ക് ഓർമ്മയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറയാൻ തുടങ്ങി. അപ്പോ പാരന്റിന്റെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ട്, അതേപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ഗ്രാൻഡ് ഫാദറിന് കുട്ടിക്ക് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം കുട്ടികൾ പറഞ്ഞ് പൂർണ്ണമായി ഒരു 1.5 മണിക്കൂർ ശേഷം എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയ്ക്ക് കുട്ടി ഒരു 5 മിനിറ്റിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്തത് അല്ലാണ്ട് വേറൊന്നും കുട്ടി തിരിഞ്ഞിട്ടില്ല. ഓൺലൈനിൽ മുഖം മാറിയിട്ടില്ല. ആ 1.5 മണിക്കൂർ കുട്ടി കഴിഞ്ഞ ശേഷം ഒരു ബ്രീത്തിങ് എക്സസൈസും ആള് കൂളായി. കാരണം പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞ ശേഷം ആള് ഓക്കെ ആയി. കാരണം എവിടേക്കോ സ്വന്തത്തോട് സ്വന്തം ആരാണ്, എനിക്ക് എന്താണ് ക്വാളിറ്റി ഉള്ളത്, ഞാൻ ആരാണ് എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാൻ പല പ്രശ്നങ്ങൾ അതിന്റെ ബിഹൈൻഡ് ആയി കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു തെറാപ്പി നമുക്ക് അവിടെ ഉപയോഗിച്ച സമയത്ത് വളരെയധികം റിസൾട്ട് ഉണ്ടായതാണ്. ഞാൻ എന്താണ്, എനിക്ക് എന്താണ്, എന്റെ പേരെന്താണ്, എനിക്ക് എന്താണ് വേണ്ടത് ആദ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെന്താണ് ഈ സമയത്ത് ഇൻസെക്യൂരിറ്റി ഫീൽഡ്, ഗിൽറ്റ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും കുറ്റബോധം. ചില ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാവും, ഞാനത് തെറ്റ് ചെയ്തു പോയല്ലോ. പ്രത്യേകിച്ച് പാരനോയിഡ് പോലത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയി അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ്. ഞാൻ എന്റെ ഭാര്യനോട് വളരെ മോശമായിട്ട് പെരുമാറിപ്പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഓട്ടോമാറ്റിക് അതിനെപ്പറ്റി ഒരു ടെൻഷൻ വന്നു, ഞാനത് പറയാൻ പാടില്ലായിരുന്നു, ഒരു ഗിൽറ്റി ഫീലിങ്സ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം, ഈ സിറ്റുവേഷൻ ഭാര്യയെ ചീത്ത പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി, അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഭാര്യയെ ചീത്ത പറയാൻ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ മോശമായിട്ട് പറയാൻ, എന്തെങ്കിലും കളിയാക്കാനോ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അവരെ കൊണ്ട്
അവരെ ഉള്ളിലേക്ക് ഈ ഒരു തെറാപ്പിന്റെ ലെവല് നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അത് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് കംഫർട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഈ ഒരു തെറാപ്പി കൊണ്ട് അവരെ ലൈഫ് മാത്രം പോക്കിയാ പോരാ. കാരണം അവരെ ലൈഫ് സ്വന്തത്തോട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ ബിഹൈൻഡ് ആയിട്ട് കുറേ ആളുകളുണ്ടാവും. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ വേണം, ഫാമിലി റിലേഷൻ വേണം, പലതരത്തിലുള്ള ആള് ഫ്രണ്ട് സർക്കിൾ വേണം, എല്ലാരും വേണം. അപ്പൊ അതിന് അവർക്ക് ഏതൊക്കെ രീതിയിലാണ് പോസിറ്റീവായിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് അത്യാവശ്യമുണ്ട് എന്നുള്ളത് അത് നമ്മൾ കണ്ടെത്തി അവർക്കൊരു സപ്പോർട്ടീവായിട്ട് ഇന്ന ഫ്രണ്ട് സർക്കിൾ നിങ്ങൾക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ മൂഡിന് പറ്റിയ, നിങ്ങളെ മെന്റാലിറ്റിക്ക് പറ്റിയ ആളുകൾ ഇങ്ങനത്തെ ആളുകളാണ്. ഇപ്പൊ തൽക്കാലമായി നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ തൽക്കാലം നിങ്ങളെ കൂടെ തന്നെ നിർത്താം എന്നുള്ള രീതി. പിന്നെ ഫാമിലി ഇതിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് എത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫാമിലിയോട് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തുറന്ന് പറയാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ എന്താണ് അവരെപ്പോഴാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന രീതി ആയിരിക്കണം. അപ്പോ ഇനി ഒരു സെൽഫ് എന്ന കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സെൽഫ് തിയറി എന്നും കൂടി ഇതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു സെൽഫ് തിയറി ഒക്കെ എന്ന് പറയുന്നത് അവര് സ്വയമായിട്ട് അനുഭവിക്കുന്ന പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിൽ നിന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നല്ലത് മുന്നോട്ട് പോവുക, ആളുകളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അവരെ ഒരു പറഞ്ഞ് മനസ്സിലാക്കാം. അത് ചിലപ്പോൾ സ്ഥിരമായിട്ട് ജേർണൽ എഴുതിക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരെ പിന്നെ നമ്മളെന്താണ് ചിലപ്പോൾ ആഴ്ചയിൽ 1 2 സെഷൻ കൗൺസിലിംഗ് സെഷനിലേക്ക് വെക്കേണ്ടി വരും. പിന്നെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണ് സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സെൽഫിൽ പെടുന്ന കാര്യങ്ങൾ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാൾക്ക് ഇപ്പൊ നിലവിൽ അയാൾക്ക് എന്തെങ്കിലും നേടണോ, പഠിക്കണോ, പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ഏതെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ടീവ് ആയിട്ട് നിന്ന് കൊടുക്കുക. അപ്പൊ ഈ ഒരു പിന്നെ ഒരു ടൈപ്പിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഇതില് ഒരു തെറാപ്പി സെഷനിൽ പോകുന്നത്. അപ്പോ ഒരു എമ്പതി സാധനം തുടക്കത്തിൽ തന്നെ നമ്മൾ അവരോട് എമ്പതി കാണിക്കുക, അവരെ ഇമോഷൻസും കാര്യങ്ങളും മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രൻസ് എന്ന് പറയുന്നത് എന്താണ് നല്ല ജെനുവിൻ ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്താ വ്യക്തമായിട്ട് അവരോട് ചോദിക്കണം. പിന്നെ അൺകണ്ടീഷണൽ അവരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ട്, നോൺ ജഡ്ജ്മെന്റ് അല്ലാതെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാണ് അതിന് നമ്മൾ എന്താണ് അവർക്ക് റീപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു തെറാപ്യൂട്ടിക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളും എന്താണ് പിന്നെ അവരുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ സമയത്ത് എന്താണ് പ്രധാനമായിട്ടും ഒരു ക്ലയന്റ് തെറാപ്പി എന്ന് പറയുന്ന സൈക്കോളജിക്കൽ അതായത് മാനസികമായിട്ട് മെന്റലി ആയിട്ട് അയാൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിലപ്പോ ഫാമിലി ഇഷ്യൂസ് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിക്കൊള്ളണം, എപ്പോഴെങ്കിലും ചില ടെൻഷനും കാര്യങ്ങൾ വന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് പല കേസുകൾ എന്താണ് നമ്മൾ പൂർണ്ണമായും മെന്റൽ സ്റ്റാറ്റസ് എന്താണ് കറക്റ്റ് മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. പിന്നെന്താണ് ക്ലയന്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ് അവരുമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് അവരെ ചോദിച്ചറിയുക. പിന്നെ അതേപോലെ തെറാപ്പിസ്റ്റിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ എന്താണ് നമ്മളെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവരോട് പറയുക. പിന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അവരെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിലൊന്നും തെറ്റില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതി അവരോട് പറയുക. പിന്നെ അവരെ എന്താണ് എമ്പതറ്റിക്കൽ ആയിട്ട് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോവുക. പിന്നെ പെർസെപ്ഷൻ ക്ലയന്റിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോ എന്താണ് ഇപ്പൊ നിലവിലെ നിങ്ങളുടെ ഈ പ്രശ്നത്തെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒരു തെറാപ്പിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് സ്വന്തത്തോട് എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതായത് പ്രശ്നം എന്തും ആയിരിക്കോട്ടെ, പ്രശ്നങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് മുമ്പ് തന്നെ എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു തെറാപ്പിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫീലിങ്സ് അപ്പൊ പ്രശ്നങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ സമയത്ത് വളരെയധികം സങ്കടപ്പോ ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി? നിങ്ങൾക്ക് ആ സമയത്ത് ഇമോഷനിൽ ഏതൊക്കെ തരത്തില് കരച്ചിലാണോ, സങ്കടാണോ, ഇനിയിപ്പോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള വന്നിട്ടും ദേഷ്യാണോ, അഗ്രഷൻ ആണോ എന്തും ആയിക്കോട്ടെ, ആ സമയത്ത് ആ ഫീലിംഗ് നിങ്ങളെ ബോഡി ആയിട്ട് നിങ്ങൾ മാനസികമായിട്ട് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതിനു മുമ്പും നിങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഇത് അതിന് മറ്റൊരു എക്സ്പീരിയൻസ് അനുഭവങ്ങൾ എന്താണ്, അത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ പലതവണ നിങ്ങളുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താണ് ഈ അക്സെപ്റ്റ് ഫീലിങ്സ്, അതായത് ആ സമയത്ത് നമ്മളോട് പറയുന്ന ഒരു ഫീലിങ്സ് ഈ ഒരു ക്ലയന്റിന് ഉണ്ടാവും. ആ ക്ലയന്റ് സമയത്ത് നമ്മൾ അത് വളരെ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് ക്ലയന്റിനോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. അതെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതിന് എന്തൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം പ്രസന്റ് ഫീലിംഗ്, ഇതൊക്കെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം ചില ആളുകൾക്ക് എന്താണ് അതേ ഫീലിങ്സ് തന്നെ ആയിരിക്കും, നെഗറ്റീവ് ഫീലിങ്സും ആയിരിക്കും. അതേ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുറെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിങ്സ്, പ്രസന്റ് മൊമെന്റിൽ കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ചോദിക്കുക. അത് കഴിഞ്ഞ ശേഷം എന്താണ് ഇനി പുതിയ എക്സ്പീരിയൻസ്, നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർ പറഞ്ഞത് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി, അങ്ങനെയൊക്കെ ഞാൻ ഓക്കെ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് പൂർണ്ണമായിട്ട് ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലേക്ക് പോവുക. അപ്പോ ആദ്യമായിട്ട് ഒരു തെറാപ്പി ടെക്നിക്കുകൾ ഈ ഒരു ആദ്യം വന്ന ഉടനെ എന്താണ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. വന്ന ഉടനെ എന്താണ് അയാളൊന്ന് ബഹുമാനിക്കുക, എഴുന്നേറ്റ് ഒന്ന് ക്ഷണിക്കുക റൂമിലേക്ക്, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക കൗൺസിലിങ്ങിനുള്ളത്. പിന്നെ അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ്, അയാളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത്. അതിനുശേഷം എന്താണ് റെസ്പോണ്ടിങ്, അതിന് നമുക്ക് പറ്റിയതായിട്ടുള്ള സിറ്റുവേഷൻ ബേസ് ആയിട്ടുള്ള റെസ്പോണ്ടിങ് കൊടുക്കുക. ചിലപ്പോൾ ഒരു മൂളൽ പോലും എന്താണ് അത് റെസ്പോണ്ടിങ് ആണ്. പിന്നെ ലിസണിങ്, നമ്മൾ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം അത് കേൾച്ചുകൊണ്ടിരിക്കുക, നല്ല ആക്റ്റീവ് ലിസണിങ് ആവുക. പിന്നെ അക്സെപ്റ്റ്, ഇയാളെ പ്രശ്നങ്ങളൊക്കെ എന്താണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്വീകരിച്ചതിന് ശേഷം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് പോകും. എന്താണ് നിങ്ങളൊരു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോ ഓക്കെ. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തെറാപ്പിന്റെ ഒരു മോഡൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. കൂടുതലായിട്ട് എന്താണ് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടൊന്നും ഇതിലേക്ക് നമുക്ക് പോവാനില്ല. ക്ലയന്റ് സെന്റേഡ് തെറാപ്പി എന്നത് സിമ്പിൾ ആണ്. പ്രശ്നബാധിത മേഖലയേക്കാൾ കൂടുതൽ ആളെ ഒന്ന് ഞാൻ എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കൊരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് ചെയ്യുന്നതിൽ കൂടെ തന്നെയാണ് ക്ലയന്റിന്റെ പ്രശ്നം ക്ലയന്റ് തന്നെ എന്താണ് ഒന്ന് പിന്നെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ഒരു ക്ലയന്റിന്റെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഇനീഷ്യേറ്റർ ആവുക എന്നുള്ളതാണ്. കാരണം എന്തിനും നമ്മൾ അവിടെ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ പല ഒരു ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വന്നിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ചിലപ്പോൾ എന്തും വീട്ടിൽ ഒരു സെഷൻ കഴിഞ്ഞ് പോയ ശേഷം അപ്പൊ തന്നെ വിളി തുടങ്ങും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അവരെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് അയാൾ പറയാണ്, സാറേ നാളെ ഞാനൊരു ഇന്റർവ്യൂവിന് പോവാണ്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ എന്താണ് നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട്, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിക്കോ, അത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണിത്, എന്താ കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ പോണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പോവാം. പിന്നെന്താണ് ഒരു കൗൺസിലർ മസ്റ്റ് ബി ആക്റ്റീവ്. കാരണം എന്താണ് നമ്മള് ഈ ഈ തെറാപ്പി നടക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം അവരുടെ മുമ്പിൽ. കാരണം എന്താണ് ഒന്നുകിൽ നമ്മൾ ഇപ്പൊ കുറെ ക്ലയന്റ് ഉള്ളത് കൊണ്ട് ക്ഷീണിതരാവാം. ചിലപ്പോൾ മറ്റുള്ള ടെൻഷൻ ചിലപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിരിക്കും. അതൊന്നും പാടില്ല. അവരെ മുമ്പിൽ എന്താണ് നമ്മൾ വളരെ ആക്റ്റീവായി നല്ല എനർജറ്റിക് ആയിട്ട് എന്താണ് അവരോട് ഇരിക്കുക. എന്താണ് അവര് സംസാരിക്കുന്നത് ഓരോന്നിനും എന്താണ് നമ്മൾ റെസ്പോൺസിബിലി കറക്റ്റ് ആയിട്ട് എന്താണ് റെസ്പോണ്ട് കൊടുക്കുക. ഏ, അ- ആ രീതിയിൽ മാത്രമാണ് ഒരു പ്രോസസ്സിംഗ് നടക്കൂ. എന്നാൽ മാത്രമാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇതിന്റെയൊക്കെ ഡെമോ ഒരുപാട് നമ്മുടെ ഒരു വീഡിയോ ഇതിലുണ്ട്, മറ്റേ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു പല ഈ ഒരു ക്ലയന്റ് റോജർ സെന്ററിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിരുന്നു മുമ്പ്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തെറാപ്പിന്റെ ഒരു റോൾ, എങ്ങനെ മോഡൽ എങ്ങനെയാണെന്ന് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോ ഈ ഒരു നമ്മൾ കൗൺസിലർ ആസ് എ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പിന്നെ ഈ ഒരു പലതരത്തിൽ നമ്മൾ പറഞ്ഞു റെസ്പെക്ട് കൊടുക്കണം, പല രാത്രി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതിലെന്താണ് ഏകദേശം 1 2 മിനിമം ഒരു 4 സെഷൻ കൊണ്ട് ഈ ഒരു ക്ലയന്റ് തെറാപ്പി നമുക്ക് നിർത്താം എന്നാണ് ഈ ഒരു റോജർ പറഞ്ഞു. കൂടുതലായിട്ടൊന്നും വേണ്ട. 1 2 തെറാപ്പി സെഷൻ മൂലം തന്നെ എന്താണ് ആള് ഓക്കെ ആവും. പ്രശ്നം കാരണം അയാളെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പിന്നെ
ഒരു തെറാപ്പി എന്ന സെഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ആ തോട്ട് റെക്കോർഡ് എന്ന് എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒരു വർക്ക് ഷീറ്റിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, അത് ഞാൻ ഈ വർക്ക് ഷീറ്റ് എന്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോ ഓക്കെ അല്ലേ എല്ലാവരും? അതെ സർ. വളരെ നന്നായിരുന്നു. അപ്പോ നിങ്ങളെ എല്ലാവരും ഈ CBTന്റെ വർക്ക് ഷീറ്റ് ഉള്ളവർക്ക് ഉണ്ടാവും. ചിലപ്പോ അതേപോലെ തന്നെ വർക്ക് ഷീറ്റ് ആണ് CCTയില്. അപ്പോ അവിടെ സിറ്റുവേഷൻ, അതിപ്പോ നിങ്ങളെ മുമ്പിൽ ഒരു കുട്ടി വരികയെന്ന് വെച്ചാൽ ഒരു സ്കൂൾ കുട്ടിയാണ്, വളരെ ടെൻഷനോട് വരുന്ന കുട്ടിയാണ്. അപ്പോ ഒരു 13, 7ാം ക്ലാസ് 8ാം ക്ലാസ് വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടിക്ക് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണമല്ലോ. അപ്പോ കുട്ടിയുടെ മുമ്പിൽ ആദ്യത്തെ ഒരു കോളം, 4 കോളം നമ്മൾ വരയ്ക്കുന്നു. ആദ്യത്തെ കോളത്തിൽ ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ, കുട്ടിയോട് പറയാ ഇപ്പൊ കുട്ടിനോട് നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ, അത് അവിടെ എഴുതാൻ പറയും. അതായത് ആദ്യത്തെ സിറ്റുവേഷൻ ട്രിഗർ ആണ്. അതായത് ഇപ്പൊ മനസ്സിലൂടെ എന്ത് ടെൻഷൻ ആണ് കടന്നു പോകുന്നത്, അത് കുട്ടിനോട് അവിടെ എഴുതാൻ പറയും. അത് കഴിഞ്ഞിട്ട് അറിയാം, അത് അടുത്ത സെഷൻ കഴിഞ്ഞ് അത് മൂലം എന്ത് ഫീലിങ്സ് ആണ് കുട്ടിക്ക് അനുഭവിച്ചിട്ട്, എന്താണ് ഫീലിങ്സ് കുട്ടി മോളോട് ചോദിക്കുക. എനിക്കിപ്പോ അതിനുശേഷം സങ്കടമാണോ വന്നിട്ടുള്ളത്, ദേഷ്യമാണോ വന്നിട്ടുള്ളത്, എന്താണ്. അപ്പൊ ക്ലയന്റിനോടും അങ്ങനെ തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. പിന്നെ അതേപോലെ അത് ഇന്റൻസ് സ്കെയിലാണ്. ഇത് രണ്ടിനും നിങ്ങൾ എത്രത്തോളം ശതമാനം വില്ലിങ് ആണ്, അതായത് എത്ര ശതമാനം, അതായത് ആ പ്രശ്നം മൂലം ഇത്രയും സങ്കടം ഉണ്ടായി, ആ സങ്കടം മൂലം എത്രയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഇന്റൻസ്, അത്രയും ബുദ്ധിമുട്ട്, അത് എത്ര ശതമാനം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. 50 ആണ് 50 എഴുതിപ്പിക്കാം, 60 ആണ് 50. ഇനിയിപ്പോ 100% മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അത് 100 എഴുതിപ്പിക്കുക. പിന്നെ 4ാമത്തെ ഒരു കോളത്തിൽ എക്സ്പ്ലോർ ദ റീസൺ എന്നാണ്. ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്താണ്. ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ പ്രശ്നം എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, എന്ത് കാരണം കൊണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക. ഈ ഒരു 4 സെഷൻ എന്താണ് കറക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ചാൽ തന്നെ ആൾക്ക് ഏകദേശം ഓക്കെ ആവും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇത് നോർമലി നമ്മൾ ടെക്നിക്കൽ ആയിട്ട് കൊടുക്കുന്നതാണ്. വന്ന സമയത്ത് അതേപോലെ തന്നെ അടുത്തൊരു പേപ്പറും കൂടി കൊടുക്കുക. അപ്പോ ഈ ഒരു 4 കാര്യങ്ങൾ അവർ പ്രശ്നങ്ങൾ, എന്താ പ്രശ്നം എഴുതി, സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ പറഞ്ഞോ. കുട്ടിയോടാണല്ലോ നമ്മൾ ചോദിക്കുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം വന്നേ എന്ന് കുട്ടിയോടല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതെ, കുട്ടിയോടാണ് കുട്ടിക്ക് അത് അറിയില്ല, അതെനിക്ക് അറിയില്ല എന്നാണ് കുട്ടി പറയുന്നതെങ്കിൽ എന്താ പിന്നെ നമ്മൾ അവിടെ കുട്ടിയോട് അറിയില്ല എന്ന് തന്നെ എഴുതണം. ഓക്കെ. കുട്ടീനോട് പറയാം, ഇനിയിപ്പോ കുട്ടീനോട് എനിക്ക് ആ പ്രശ്നം വന്നിട്ട് എനിക്ക് എങ്ങനെയാ ഒന്നും അറിയില്ല, പറയാൻ പറ്റില്ല. കുട്ടീനോട് പറയാ അറിയില്ല, നിങ്ങൾ അവിടെ എഴുതണം. അപ്പൊ തോട്ട് റെക്കോർഡാണ്, നമ്മളെ അസസ്മെന്റ് ഷീറ്റ് ആണ്. അതൊരു റിസൾട്ടിലേക്ക് പോകുന്നതല്ല. അവരെ പ്രശ്നങ്ങൾ അവര് തന്നെ എന്താണ് അവിടെ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അടുത്ത കഴിഞ്ഞിട്ട് അതൊന്നുകൂടി പറഞ്ഞല്ലോ, ആ 4 കോളങ്ങളിൽ എന്തൊക്കെയാണ് വരണമെന്നുള്ളത്. ഓക്കെ. ആദ്യത്തേത് സിറ്റുവേഷൻ എഴുതുക, എന്ത് പ്രശ്നം കൊണ്ടാണ് ഇപ്പോ വന്നിട്ടുള്ളത്, അതായത് ഇപ്പൊ മനസ്സിലൂടെ എന്ത് പ്രശ്നങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് എന്ത് ഫീലിങ്സ് ആണുള്ളത്, ഈ പ്രശ്നങ്ങൾ കാരണം എന്ത് ഇമോഷൻസ് ആണ് ഇവർ അനുഭവിക്കുന്നത്. അത് ഇമോഷൻസ് പലതരത്തിലുണ്ട്. ദേഷ്യം, ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിൽ ഭർത്താവ് എന്തോ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ ദേഷ്യം വന്നു, ഞാൻ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അവിടെ എന്താണ് ഇമോഷൻ വന്നത്, ദേഷ്യമാണ്. അപ്പോ ഒരു എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ എക്സാം വരുന്ന സമയത്ത് എനിക്ക് കൈ വിറക്കുന്നു, നെഞ്ഞുവേദന ഉണ്ടാവുന്നു, പാനിക് ആവുന്നു, എനിക്ക് എക്സാമിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ആ കുട്ടിക്ക് എന്താണ് അവിടെ ഫിസിക്കലി ആയിട്ട് എന്തൊക്കെയാണ് പലതരത്തിലെ ആങ്സൈറ്റി സിംറ്റംസുകൾ, അത് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. ഇനിയിപ്പോ ഒരു കപ്പിൾ തെറാപ്പിയിലൊക്കെ ആണെങ്കിൽ എന്താണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ പാടെ തന്നെ അടിപിടി തുടങ്ങിയ ആളുകളാണെങ്കിൽ എന്താണ്, അവരെ നിലവിലുള്ള ഏത് കാരണത്തിലാണ് ലാസ്റ്റ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പ്രശ്നം നിലവിൽ ലാസ്റ്റ് നിങ്ങൾ അടിയുണ്ടാക്കിയ ഏത് പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്, ആ പ്രശ്നത്തിന് ശേഷം നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതുക. അതിനുശേഷം സ്കെയില് വളരെ നിർബന്ധമാണ്. അത് എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. അത് എബോവ് 50 ആണെങ്കിൽ 50, ഇനി 10% ഒക്കെ. അപ്പൊ ആ ഇന്റൻസിറ്റി എത്രയാണ് കുറയുന്നതനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയി കുറയും. ഇനിയിപ്പോ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് 100-ൽ എത്ര ശതമാനം അവർക്ക് എഴുതാം, അവരെ കൊണ്ട് എഴുതിക്കുന്നതാണ് ഈ തോട്ട് റെക്കോർഡ്. പിന്നെ 4ാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീസൺ, ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നത് നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ആ റീസൺ എഴുതുമ്പോൾ എന്താണ്, ഒരു ഫാമിലി ലൈഫിൽ
ഈ ഒരു ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞു. അപ്പോ ഈ ഒരു ചീത്ത പറയുന്ന സമയത്ത് എന്താണ് ബിഹൈൻഡ് ദ ബിഫോർ, അതായത് പിന്നെ അഡ്വേഴ്സൈസിറ്റി എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഭർത്താവിനോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ കപ്പിൽ ഞാൻ അയാളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അത് അവർക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും. ഓർമ്മ ഇല്ലാത്തതാണെങ്കിൽ അറിയില്ല എന്ന് എഴുതിക്കുക, ഓർമ്മ ഉള്ളതാണെങ്കിൽ എന്താണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതാണ് ഒരു തോട്ട് റെക്കോർഡിൽ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? സർ ഓക്കെ എല്ലാ സർ. തെറാപ്പിയിലും തോട്ട് റെക്കോർഡ് ഇതുപോലെയാണോ സാർ എഴുതുന്നത്, അതോ ക്ലൈൻ സെന്ററിന് മാത്രമാണോ ഇങ്ങനെ? ഇതില് അല്ല, പ്രധാനമായിട്ട് CBT CBT ആയിട്ട് ഉണ്ട്. നല്ല സാദൃശ്യമില്ലേ സാറേ? അത് CBT ആയിട്ട് വളരെ സാധ്യത ഉള്ളതാണ്. അതാണ് ഞാൻ ഈ ഒരു ഇതിലെടുക്കുന്നത്. ഈ വർക്ക്ഷീറ്റ് സാറ് പിന്നെ ഷെയർ ചെയ്യോ? ഇതില് ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ PPT ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്റെ കയ്യിലില്ല. ഞാൻ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ ബുക്കും കാര്യങ്ങളും വായിച്ചത് ഓർമ്മയാണ്. സാറേ ഈ ഗ്രൂപ്പ് തെറാപ്പി ബന്ധപ്പെട്ട് സാറ് ക്ലാസ് കൊടുക്കാറുണ്ടോ? അല്ല, നമ്മൾ വരുന്നുണ്ട്, അത് ഗ്രൂപ്പ് കൊടുക്കാം. ആ നമ്മള് ആയിക്കോട്ടെ. ഓരോ ആഴ്ചയായിട്ട് ഓരോന്നാണ് കൊടുക്കുന്നത്. ഓ ആയിക്കോട്ടെ. ഗ്രൂപ്പ് തെറാപ്പി ചെയ്യണമെന്നുണ്ട്. അതിന് പെയ്ഡ് ആയാലും അല്ലെങ്കിലും സാറേ അങ്ങനെ കോഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ. ഇനിയിപ്പോ അക്കാദമിയിൽ ഇപ്പൊ നിലവിൽ നടക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ നമുക്കിത് ആദ്യത്തെ ഒരു ഷീറ്റ് നിങ്ങൾ എഴുതി നമ്മൾ ഇതില് നമുക്ക് ക്ലാസ് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോകും. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ അടുത്ത ഒരു ഷീറ്റിൽ 4 കാര്യങ്ങൾ, അതേപോലെ വേറൊരു ഷീറ്റ് കൊടുക്കുകയാണ് 4 കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ ഷീറ്റിൽ നമ്മൾ മുമ്പ് എഴുതിയ സിറ്റുവേഷൻ എഴുതി, പ്രശ്നങ്ങൾ എഴുതി. ആ സിറ്റുവേഷൻ എഴുതിയ സമയത്ത് പിന്നെ ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത്. നേരത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ എഴുതിയത്, രണ്ടാമത്തെ സെക്ഷനിലാണ് ഫീലിങ്സ് എഴുതിയത്. അപ്പോ ആദ്യത്തെ ഈ ഒരു തോട്ടറൊക്കെ രണ്ടാമത്തെ പേജ് കൊടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് എഴുതുന്നു. അതായത് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ഫീലിങ്സ് എഴുതുന്നു. രണ്ടാമത്തെ ആ ഒരു ഫീലിങ്സ് എഴുതിയ കോളത്തിൽ എന്താണ് ബാഡ് എക്സ്പീരിയൻസ്, അവിടെ നിങ്ങൾക്ക് തോന്നിയ മോശമായിട്ടുള്ള ഒരു അനുഭവം എന്താണ്. അപ്പോ ആദ്യത്തെ ഷീറ്റിൽ രണ്ടാമത്തെ കോളത്തിൽ എഴുതിയ കാര്യം നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ഷീറ്റിൽ ആദ്യം എഴുതും അല്ലേ? യെസ്, അങ്ങനെ തന്നെ. അപ്പോ മൂന്നാമത്തെ ഷീറ്റിൽ എന്താണ് ഈ 2 കാര്യം, നിങ്ങൾ മോശമായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് കിട്ടി, വളരെ സങ്കടം കിട്ടി, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഷീറ്റിലെ കോളത്തിൽ വരുമ്പോ എന്താണ്, നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്താണ് എന്ത് അനുഭവമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ നാലാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്. അവിടെയാണ് സെക്കൻഡ് തോട്ട് എഴുതുമ്പോഴാണ് ശരിക്കും ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അത് ഒരു പോസിറ്റീവ് റിഗാർഡിംഗ് ആണ് അവിടെ നടക്കേണ്ടത്. എന്നാൽ മാത്രമേ എന്താണ് അയാൾ സ്വന്തത്തിലേക്ക് അയാൾക്ക് ഒരു തിരിച്ചുവരവ് നടക്കും. അപ്പോൾ ആദ്യത്തേൽ എഴുതുക എന്താണ് ഫീലിങ്സ് എഴുതുക, ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങൾ എഴുതുക, വികാരങ്ങൾ എഴുതുക. പിന്നെ രണ്ടാമത്തെ എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ബാഡ് എക്സ്പീരിയൻസ് എന്താണ് എഴുതുക, അതിൽ നിന്ന് എന്താണ് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്. ഈ ഫാമിലി ലൈഫിലൊക്കെ വരുന്ന സമയത്ത് ഒന്നും പ്രശ്നങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് എന്ത് മോശമായിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടുക. കാരണം ഈ ഒരു ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അന്നപ്പോ അതൊരു തെറ്റായിട്ടുള്ള അയാളിൽ നിന്നും പാർട്ട്ണറിൽ നിന്നും കിട്ടുന്ന മോശമായിട്ടുള്ള ഒരു സ്വഭാവം എന്നും അയാൾക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പൊ അത് അയാൾ ചിലപ്പോ അവിടെ എഴുതും. അതിനുശേഷം എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അവര് നാലാമത്തേതിലേക്ക്. അപ്പൊ അവിടെ അവർ എഴുതണം, എനിക്ക് ലൈഫിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ജോലിക്ക് പോകണം എന്നുണ്ട്, അല്ല ഇന്ന കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കുട്ടികളോട് കൂടെ എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ആ എക്സൈറ്റ് ഒന്ന് മാറി കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ അവർക്ക് എന്താണ് വേണ്ടത്, ഏത് കാര്യത്തിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിക്കുക. ഇതാണ് ഈ ഒരു തോട്ട് റെക്കോർഡിൽ നമ്മൾ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പോ ഈ ഒരു CCT ക്ലയന്റ് സെന്റർ തെറാപ്പി നമുക്ക് എല്ലാ ഒരു മേഖലയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോ അത് ഈ ഒരു മെത്തേഡ് ലാസ്റ്റ് ഉപയോഗിക്കുന്ന നമ്മൾ എന്താണ് ആ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നമുക്ക്
ഇതിൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇതിൽ നമുക്ക് എന്താണ് കുറച്ച് CBT ഉപയോഗിക്കുന്ന പോലെ തന്നെ പലതരം ടെക്നിക്കൽ ടൂൾസുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നതിനും അവസാനത്തെ ഒരു ടെക്നിക്കലായിട്ട് നമ്മൾ തോട്ട് റെക്കോർഡ് 2ാമത്തെ പേജിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷന് ബുദ്ധിമുട്ട് എഴുതുന്ന സമയത്ത് ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും എങ്ങനെ എൻജോയ്മെന്റ് ഹാപ്പിനെസ് ഉണ്ടായിരുന്നോ? അതായത് നിങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്? ഈ പ്രശ്നം നിങ്ങളുടെ ലൈഫ് ലോങ് മുമ്പേ ഉണ്ടായിട്ടുണ്ടായത് ഒരു ഒരു ടൈം പീരീഡിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. അപ്പൊ ആ സമയത്ത് അതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ ചില ഫാമിലി കേസിലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുമിച്ച് പോകാൻ ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഒരിക്കലും എന്താണ് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്താണ് ഒരുമിപ്പിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ഡൈവോഴ്സ് ആയി വന്ന ആൾക്കാർ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ രണ്ടാളെ ചിന്താഗതികൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് ഇതിലേക്ക് അവരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള കേസിൽ വരികയാണെങ്കിൽ എനിക്ക് ലൈഫിൽ ഇനി ഒന്നും നേടാനില്ല, എനിക്കൊന്നും വലിയ ലൈഫിൽ ഇല്ല എന്നുള്ള ഹോപ്പ്ലെസ് ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒന്നും നേടാനില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും നേടാനില്ല ലൈഫിൽ, നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങൾ ലൈഫിൽ സംഭവിച്ചു. അതായത് മുമ്പ് ഞാൻ പലപ്പോഴും കേസ് പറയാറുണ്ട്. ദുബായിലുള്ള ഒരു ഫ്രണ്ട്, അയാള് 64 വയസ്സ്, അയാൾക്ക് പെൺകുട്ടി പിന്നെ ഒരു ഡോക്ടറാണ്, മകൻ എഞ്ചിനീയർ ആണ്. അയാൾ ലൈഫിൽ നേടേണ്ടിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു ആങ്സൈറ്റി വരികയാണ്. ആങ്സൈറ്റി വന്ന സമയത്ത് അയാളെ ചിന്ത എന്താണ്? എന്റെ ലൈഫിൽ എനിക്കിനി ഒന്നും നേടാനില്ല, ഞാൻ ഒന്നും നേടിയിട്ടില്ല, ഞാൻ വേസ്റ്റ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വരുന്ന ഒരാളടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, എനിക്കൊന്നും ലൈഫിൽ നേടാനില്ല, ഒന്നും കാര്യങ്ങൾ പറയാനില്ല എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചിന്താഗതി നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? കാരണം ലൈഫിൽ അയാൾ നേടാൻ പറ്റിയതൊക്കെ നേടിക്കഴിഞ്ഞു. കാരണം സിറ്റുവേഷൻ ബേസ് ആയിട്ട് അയാൾക്ക് ഒരു ആങ്സൈറ്റി ലെവൽ വേറെ കാര്യത്തിൽ വന്നതാണ്. ഒരു അറ്റാക്ക് ആയി, ചെറിയൊരു പാനിക് അറ്റാക്ക് ആയി, അതിന് പേടിച്ചു പോയതാണ്. അതിനുശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഈ ഒരു തെറാപ്പിയൊക്കെ എന്താണ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു തോട്ട് റെക്കോർഡ് അയാൾ എഴുതിക്കുന്ന സമയത്ത് വളരെ എന്താണ് ഇമ്പാക്ട് റിസൾട്ട് ഉണ്ടാക്കിയ കാര്യമാണ്. പിന്നെ ഈ ഒരു ചോദ്യം അവസാനത്തെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഏതെല്ലാം ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അത് വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ ആ ഘട്ടങ്ങളിലൊക്കെ എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്? ഒരിക്കൽ പോലും പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഉറങ്ങി സാധാരണമായിട്ട് സോക്രാറ്റിക് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ, ഇന്ന് രാത്രി നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ, അല്ല ഉറങ്ങി നാളെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നാളെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞാൻ നല്ല രീതിയിൽ ജീവിക്കും എന്ന് ഇമാജിൻ കണ്ടോളൂ. അപ്പൊ ആ ഒരു ശരിക്കും നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? കാരണം നമ്മൾ ഇതൊരു ടോക്ക് തെറാപ്പി തന്നെയാണ് CCT എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെന്റ്, മോട്ടിവേഷൻ എന്നത്, അതാണ് അവരെ റിസൾട്ട് ഉണ്ടാക്കുക, അത് അവരെ സ്വന്തത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ പരമാവധി എന്താണ് അവരെ സപ്പോർട്ടീവ് ആയിട്ട് അവരെ ഹാപ്പിനെസ് ആയിട്ട് ഒരു ഒറ്റ സെഷൻ തന്നെ തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലത് ഈ ഒരു തെറാപ്പി. കാരണം എന്താണ് പ്രശ്നം പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും എന്താണ് ഈ ഒരു ടേം വെച്ചിട്ട് ഈ ഒരു തെറാപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ അവർക്ക് ഈ ഒരു തെറാപ്പിയാണ് ഞാൻ നിങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ പൂർണ്ണമായും നിങ്ങൾ കാര്യങ്ങൾ എന്നോട് പറയുക, അതിനുശേഷം ഞാൻ എന്താണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ മറ്റു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ നിങ്ങളിൽ തന്നെ കണ്ടെത്തി തരും എന്നുള്ളത് ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. ഇതാണ് CCT എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പ്ലേ തെറാപ്പി നടത്താം, അതുപോലെ തന്നെ ഗ്രൂപ്പ് തെറാപ്പി നടക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോണ്ടാക്ടിങ് തെറാപ്പി എന്ന് പറയുന്നതുണ്ട്. എല്ലാത്തിനും ഫാമിലി മൊത്തത്തിൽ ഇരുന്നിട്ടുള്ള ഒരു തെറാപ്പി, ഫാമിലി തെറാപ്പി എന്ന് പറയാം. പക്ഷെ ഇതിൽ CCTയിൽ ഉപയോഗിക്കുന്ന കോൺട്രാക്ടിങ് എന്നാണ്. വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അയാൾ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പ്ലേ തെറാപ്പി എന്ന് ഞാൻ പറഞ്ഞത്, പല കുട്ടികൾക്കും ഒന്നും പറയും, നമ്മൾ സ്കൂൾ കൗൺസിലിങ്ങിലൊക്കെ വരുന്ന സമയത്ത് കുട്ടികളൊന്നും പറയില്ല. അപ്പൊ അവരെ കൊണ്ട് പറയാൻ വേണ്ടി ചില ഗെയിംസിലൂടെയും കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ അവരെ കുറിച്ച് അവരെ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി ഇതുകൊണ്ടുകൂടി ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ എല്ലാരും? അതെ സാർ, അതെ. നല്ല സർ, ഈ പ്രോസസ് ഓഫ് തെറാപ്പി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു കേസ് വെച്ചിട്ട്? ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്ന തെറാപ്പിയിൽ നമ്മൾ ആദ്യമായി ഒരു കേസ് വരികയാണ്.
ഇപ്പോ കേസ് അപ്പൊ നിലവില് ഒരു ഫാമിലി കേസ് വന്നു. ആള് പിന്നെ നാട്ടിലുള്ള ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8-9 മാസമായിട്ടുള്ളൂ. അവരെ പ്രശ്നങ്ങൾ വെച്ചാൽ ഭർത്താവ് ജോലി ചെയ്യുന്ന സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്, ഭാര്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഇവരെ പ്രശ്നം ഈഗോ പ്രശ്നങ്ങളാണ്. അതായത് ഇയാള് പെൺകുട്ടി ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ കളയുന്നു, ഇത്രയും ലോക്കൽ ആയിട്ടുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നുള്ള ചിന്താഗതി കൊണ്ടേ ആയിരിക്കും ഒരു ഈഗോ പ്രശ്നം വന്നത്. പിന്നെ അത് അവരെ ഫാമിലി ലൈഫിൽ ബാധിച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുട്ടിയുടെ ഈഗോ മാറ്റുക എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്, സെൽഫ് കൺസെപ്റ്റ്. അവരോട് ചോദിക്കുക, അവരോട് കാര്യങ്ങളൊക്കെ ഇന്ന പ്രശ്നങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. ആ അഭിപ്രായത്തിന് ശേഷം നിങ്ങളെ പാർട്ട്ണറുമായിട്ട് എത്രത്തോളം നിങ്ങൾ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഈ ഒരു ജോലിയാണോ, നിങ്ങൾ ജോലി തമ്മിലുള്ള പ്രശ്നങ്ങളാണോ ശരിക്കും. ചിലപ്പോൾ നമ്മളോട് പറയണമെന്നില്ല, എങ്കിൽ പോലും എന്താണ് പിന്നീട് അത് നമ്മൾ ചിലപ്പോൾ അറിയും. അറിഞ്ഞതാണ് ഈ ഒരു ഈഗോ പ്രശ്നം ജോലിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ, അല്ല കല്യാണത്തിന് മുമ്പ് തന്നെ അയാളുടെ ജോലി എന്താണ് ഒക്കെ അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുള്ളത്, അപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മറ്റുള്ളവർ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം, നിങ്ങൾക്ക് അയാളോട് താല്പര്യമുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാം. ഈ ഒരു പ്രോസസ്സിങ്, അതായത് ഈ ഒരു പെൺകുട്ടിയുടെ കേസിൽ നമ്മൾ ചോദിക്കാം, നിങ്ങൾക്ക് അയാളോട് എത്രത്തോളം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അയാൾ ജോലി നിങ്ങൾ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ അത് ബാധിക്കുന്നില്ല. കുട്ടി പറഞ്ഞു ജോലിയുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്, അയാൾക്ക് എൻ്റെ അത്ര ജോലിയില്ല, അയാൾ സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം, നമുക്ക് ജോലി ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ജോലി എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ നാളെ നിങ്ങളെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ഭർത്താവിനെ ആയിരിക്കും. അപ്പൊ എന്താണ് ആ ജോലിയുമായിട്ട് നിങ്ങൾ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോ ജോലിയല്ല, നിങ്ങൾ അയാളെ എത്രത്തോളം താല്പര്യമുണ്ട് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ തുടക്കത്തിൽ വരും. ഇങ്ങനത്തെ കേസ് പല കേസുകൾ നമ്മൾ വരും. ചിലപ്പോൾ നമ്മൾ പഠിച്ച തിയറി വെച്ച് ഒരേ കേസ് വരണമെന്നൊന്നുമില്ല. അപ്പോ അവരെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യമാണ് എന്താ, നിങ്ങളെ കുറിച്ചിട്ട് പറയുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഡിപ്രഷനിലുള്ള ആൾ ചിലപ്പോൾ വന്നിട്ട് പിന്നെ എന്താണ് പറയുന്നപ്പോ 10 വാക്ക് ഒരു ജേർണൽ എഴുതുക എന്നുള്ളത്, പേപ്പർ കൊടുക്കുക, നിങ്ങളെ കുറിച്ച് ഒരു 10 വാക്ക് നല്ല കാര്യങ്ങൾ എഴുതുക. അല്ലെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയി തോന്നുന്ന നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മറ്റുള്ളവർക്കാണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട്, ഇങ്ങനെ എന്താണ് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതാണ് സ്റ്റാർട്ടിങ് പ്രോസസ്. അവരെ കുറിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ സാർ. സാർ നേരത്തെ അഗോറോഫോബിയ എന്ന് പറഞ്ഞില്ലേ സാർ, അതും ക്ലസ്ട്രോഫോബിയയും തമ്മിൽ ചെറിയതെന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ക്ലസ്ട്രോഫോബിയ? അതെ, അതിന്റെ ഒരു ഓപ്പോസിറ്റ് തന്നെ പറയാം. അഗോറോഫോബിയ മെയിൻ ആയിട്ട് ഈ ഒരു പബ്ലിക്കായിട്ട് പുറത്ത് പോകുന്ന ആളുകളും അതും റിലേറ്റഡ് ആണ്. പക്ഷെ കൂടുതൽ അത് പിന്നെ ക്ലോറോഫോബിയ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പബ്ലിക് ഇതിലേക്ക് വരുമ്പോൾ അഗോറോഫോബിയ വളരെ റിസ്ക് ആണ്. കാരണം അഗോറോഫോബിയ എങ്ങനെയാ ചികിത്സിക്കുക എന്ന് പറയുന്നത്, പബ്ലിക്കായിട്ട് നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒരു ബാത്റൂമിൽ പോയി എന്ന് വെക്കുക, അവിടെ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, ആങ്സൈറ്റി വരും വെച്ചിട്ട് അത് കൂടുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു ബാത്റൂം പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് അവരുടെ മൈൻഡിൽ? കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് ബാത്റൂമിൽ എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് അത് അവോയ്ഡ് ആക്കുന്നത്? ആ ഒരു ചോദ്യം അവരോട് ചോദിക്കണം. കാരണം ഈ ഒരു തോട്ട് റെക്കോർഡിൽ നമ്മൾ അഗോറോഫോബിയ, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ പബ്ലിക് എന്തായിട്ട് എന്ത് ബുദ്ധിമുട്ടായി, ആങ്സൈറ്റി, മറ്റു തരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷനുള്ള ബുദ്ധിമുട്ട്, ആ തോട്ട് റെക്കോർഡിൽ ആ ബുദ്ധിമുട്ട് എഴുതുന്ന സമയത്ത് അതിന് ശേഷം എന്താണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഞാൻ സെക്കൻഡ് ഷീറ്റിലാണ് ബാഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് മുമ്പ് ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോബിയസ് ഉണ്ടാകുന്നത്. അത് നമ്മൾ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പേജിൽ നമ്മൾ 3ാമത്തെ കോളത്തിൽ എഴുതുന്നത്. അവിടെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ്, എന്തുകൊണ്ടാണ് ഈ ഒരു പേടിയുള്ളത്. ഇത് കുട്ടികളിലൊക്കെ നല്ലോണം നമുക്ക് എഴുതിപ്പിക്കാൻ പറ്റൂട്ടോ. ഒരു അത്യാവശ്യം ഹൈസ്കൂൾ ലെവലുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ പിന്നെ പല കുട്ടികൾക്കും നമ്മൾ ചെയ്യിക്കുന്നതാണ്.
അതുപോലെ തന്നെ അബ്യൂസ് നടന്ന ട്രോമ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ ഒരു ഡ്രഗ് അബ്യൂസ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ പിന്നീട് പല മാനസികമായിട്ട് ആ സമയത്ത് കിട്ടാണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീടായിരിക്കും കൗൺസിലിംഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ നോർമൽ സ്റ്റേജിൽ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നത് പോലെ എന്താണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പേടി തോന്നുന്നത്, ആ പേടി തോന്നുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ആ സമയത്ത് പേടി തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും മുമ്പ് ഇതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ എന്താണ് ജനറ്റിക് ആയിട്ട് പുറത്ത് ബയോളജിക്കൽ വീട്ടിൽ നിന്നുള്ള പേടികളായിരിക്കും, പറഞ്ഞു കൊടുത്ത പേടികളായിരിക്കും. അപ്പൊ അത് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം എവിടെ നിന്നാണ് പേടി വരുന്നത്, അത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ആദ്യം ഉപയോഗിക്കണം. സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. Yes, നമ്മുടെ ഈ പറഞ്ഞോളൂ. ക്ലയന്റ് കോൺഗ്രുവൻസും തെറാപ്പിസ്റ്റ് കോൺഗ്രുവൻസ് തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നത് കറക്റ്റ് ആയിട്ട്? അത് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ക്ലയന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കുക, അതേപോലെ ക്ലയന്റിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും. കാരണം രണ്ടും ഒരേ രീതിയിൽ, കാരണം നമുക്ക് അതിലൊന്നും തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊന്നും അവിടെ ചെയ്യാനില്ല. കാരണം ക്ലയന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം ക്ലയന്റിന്റെ അതേ രീതിയിൽ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ, ഫീലിങ്സ് ഇല്ലേ, അവരെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കൂടി ഇറങ്ങി ചെല്ലിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ ഇപ്പോ നിസാം എന്ന് പറയുന്നതായ എന്റെ പേര്, അതായത് അർജുനോട് ഒരു പ്രശ്നങ്ങൾ പറയാണ്. ആ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് അർജുൻ ഒരുപാട് കേട്ടു, ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവിടെ ഒരു കേസ് തീർന്നു. പക്ഷെ ഇതിൽ അർജുന് കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്നിലേക്ക് വരികയാണ്. നിസാമിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടില്ലേ, അപ്പൊ ആ പ്രശ്നങ്ങൾ എന്നോട് പൂർണ്ണമായിട്ട് പറയണം. അപ്പൊ നമ്മൾ രണ്ടും ഈക്വൽ ആണ്. ഞാൻ നിങ്ങളെ പ്രശ്നങ്ങൾ ഇറങ്ങിച്ചെന്നു. അപ്പോൾ അതേ ഫീലിങ്സോട് നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു തെറാപ്പിന്റെ പ്രോസസ്സ്. ഇതാണ് ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം. രണ്ടും ഒരേ ലെവലിൽ വേണം. കാരണം നമ്മൾ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾ മാത്രം കേട്ടാ അത് കുറെ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ എന്നുള്ള രീതിയല്ല. അവര് പറയുന്ന സമയത്ത് അവരേക്ക് തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്, അവരെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അതുവെളിയിൽ ഒരാളായിട്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. കാരണം അവർക്ക് ചിലപ്പോ നമ്മൾ പറയാൻ പറ്റാത്ത, ഇതുവരെ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളോട് ആ സ്പോട്ടിൽ ചിലപ്പോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവര് നമ്മളോട് അത് പറയും. ശരിക്കും നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, ജെന്യുവിൻ ആയിട്ട് അവരുടെ കാര്യത്തെ ഉൾക്കൊള്ളുക അല്ലേ സാറേ? യെസ്, അതാണ് കറക്റ്റ്. സാർ എന്ന് വെച്ചാല് പ്രോബ്ലം സോൾവിങ്ങും ഇപ്പൊ പ്രോബ്ലം ആയിട്ടാണല്ലോ അവര് വരിക. ആ സോൾവ് അതെ. ചെയ്യുമ്പോൾ അതൊരു റൈറ്റ് ഓർ റോങ് ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോ അതിനൊരു അതെ. സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ലെ ഇതാണ്. അതെ, സപ്പോർട്ടിങ് സിസ്റ്റം അതാണ് അവിടെ. അത് മാത്രമേ നമുക്ക് തെറാപ്പിസ്റ്റിന് ചെയ്യാനുള്ളൂ ഇവിടെ ഈ ക്ലയന്റിൽ. ഒരു വ്യക്തി എന്ന നിലയിൽ അയാളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സർ, ട്രോമ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ തെറാപ്പി ചെയ്യാം? അപ്പൊ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ ആയിട്ടൊരു ആള് വന്നിട്ടുണ്ടെങ്കിൽ അതെ, ആ ചൈൽഡ്ഹുഡ് ട്രോമ എന്ത് ട്രോമയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് അയാൾ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അറിയണം. എക്സ്പീരിയൻസ്, അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ആ ട്രോമ കാലം ഇപ്പൊ നിലവിൽ. ഇപ്പൊ കുട്ടികൾക്കാണ് പഠന പ്രശ്നത്തിലാണോ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മെന്റലി ആയി എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ട്രോമ കേസിലൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. പുറത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോ ഇതില് പ്രധാന നല്ല കറക്റ്റ് ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ട്രോമ കെയർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ തോട്ട് റെക്കോർഡ് ചെയ്യുന്ന രണ്ടാമത്തെ പാർട്ടിൽ ബാഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ നടന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അറിയിക്കേണ്ടവരെ കറക്റ്റ് ആയിട്ട് അറിയിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അറിയിക്കുന്നതിൽ കൂടെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് കൂടി ഉണ്ടാകുക. ഒരു അബ്യൂസ് നടന്ന കുട്ടിയാണ് പാരന്റ് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ല കുട്ടി പറഞ്ഞിട്ട് പാരന്റ് വിശ്വസിക്കാത്ത കേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുട്ടി പറയാണ് എനിക്ക് ഇവിടെ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കുട്ടി പറയുകയാണെങ്കിൽ, ആ പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് പാരന്റിനോട് സംസാരിക്കുക, ഇതൊന്ന് അന്വേഷിക്കാൻ പറയുക, എന്നിട്ട് അത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുക. ചോദിച്ച ശേഷം അത് അറിയിക്കേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് അറിയിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് അറിയിക്കാനുള്ള പ്രോസസ്സിങ് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം ഈ ട്രോമയിലൊക്കെ വളരെ, കാരണം അവരെ ഇന്നർ ഹീലിങ്സ് ഉണ്ടല്ലോ, ഇന്നർ ആയി കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ എഴുത്തിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഒക്കെ. അവരെ ഉള്ളിൽ എവിടെയാണ് കിടക്കുന്നത്. സർ, അങ്ങനെ നമ്മൾ അറിയിക്കുമ്പോൾ പാരന്റ്സിന്റെ കൺസേൺ നോക്കണോ?
പിന്നെ അല്ലാണ്ട് പേരന്റ് കൺസേൺ എന്നാണ് പറയുന്നത്. അവരോട് പറയണം, നിങ്ങളെ കുട്ടിയുടെ ഫ്യൂച്ചർ ആണോ വലുത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മറ്റുള്ള അയാളെ പ്രശ്നമാണോ നിങ്ങൾക്ക് വലുത്? കൺസേൺ നിർബന്ധമാണ്. കാരണം ഇപ്പൊ പല പേരന്റ് ചിലപ്പോൾ പറയുന്നില്ല എങ്കിൽ പോലും അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം നമ്മള്. പേരന്റ് സമ്മതിക്കുന്നില്ല ഇത് പുറത്ത് പറയാൻ, അപ്പൊ അവർക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറയണം അവരോട്. എന്നിട്ട് അതർവൈസ് ബാൻഡ് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ കേസ് മെല്ലെ ഇവിടെ. നാട്ടുകാരെ മൊത്തം നന്നാക്കണം എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട, നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന കേസുകൾ മാത്രം. പിന്നെ അതേപോലെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, 3-ാം ക്ലാസ് പഠിക്കുന്ന അബ്യൂസ് ആയ കുട്ടി. അപ്പൊ ഇപ്പം ഞാൻ 2 ദിവസം മുമ്പേ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ സാർ അറിയുന്ന ഇതുപോലെ ആയിട്ടുണ്ട്, അബ്യൂസ് ആയിട്ടുണ്ട്. പാരന്റ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാരന്റ്സിന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 3-ാം ക്ലാസ്സിലായതുകൊണ്ട് ഇനി നമുക്കത് അത് പറ്റൂലല്ലോ സാർ. അപ്പൊ അത് പറ്റില്ല എന്ന് വെച്ചാൽ അതിന്റെ ഈ അബ്യൂസ് ചെയ്ത ആള് നിലവിൽ ഇപ്പോഴും അയാളെ കുട്ടിയുടെ കൺമുമ്പിലൂടെ നടക്കുകയാണെങ്കിൽ ആ ട്രോമ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ അത് ഫാദറിനെ അറിയിച്ചിട്ട് സർ, ഫാദർ ഇയാളെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സായി? ഇപ്പൊ ആ കുട്ടി 5th-ലാ പഠിക്കുന്നത്, പെൺകുട്ടിയെ സർ. പെൺകുട്ടിയാണ്. അപ്പൊ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാല് ഇയാള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാല് നിന്നെ കൊല്ലും, നിന്റെ ഉമ്മാനെ കൊല്ലും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി കുട്ടിക്കുണ്ട്, ഞാൻ മരിച്ചു പോവോ, എന്റെ ഉമ്മ മരിച്ചു പോവോ. അപ്പൊ ആ ഒരു ട്രോമയും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ സേഫ് സോൺ, അതായത് കുട്ടിക്ക് സുരക്ഷിതമായ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിയുടെ പാരന്റും കുട്ടീന്റെ ആൾക്കാരും ഒക്കെ ഉള്ളത് അതാണ് സുരക്ഷിതം. അയാളല്ല സുരക്ഷിതമായിട്ടുള്ളത്. അതിപ്പോ കുട്ടിക്ക് പുസ്തകങ്ങൾ വാങ്ങിത്തരുന്ന അങ്ങനെ പറഞ്ഞിട്ടും, കുട്ടിക്ക് ഭക്ഷണം ആരാ വാങ്ങി കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോ സുരക്ഷിതമായ സ്ഥലം ഞങ്ങളാണെന്ന് അന്ന് പറയും മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ കുട്ടിയുടെ നീഡ്സുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ ആരാണ് ചെയ്യുന്നത്, അവരാണ് കുട്ടിക്ക് സേഫ് സോൺ. പക്ഷെ ഇത് ഉമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലും സർ, ഉമ്മ ഇത് റിവീൽ ചെയ്തിട്ടില്ല. ഇനി ഒരു അബ്യൂസ് ഉണ്ടെങ്കിലും നോക്കാന്നുള്ള രീതിയിലാണ് ഉമ്മ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൽ ഏറ്റവും വലിയ കാര്യം. എന്തായാലും നിങ്ങൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കൂൾ മാനേജ്മെന്റിനെങ്കിലും അറിയിക്കുക. അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയിച്ചിട്ട് പാരന്റ്സിനെ വിളിച്ചു വരുത്തി സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് ഫാദറിനെ അറിയിച്ച് ഇയാളെ വാൺ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഈ ഒരു ട്രോമ മാറിക്കൊള്ളണമെന്നില്ല. കാരണം അയാള് ഇപ്പോഴും കുട്ടി എന്തെങ്കിലും സാഹചര്യത്തിൽ ഇനി കുട്ടിക്ക് ഒരു ആങ്സൈറ്റി ലെവൽ ഒരിക്കലും മാറൂല. ആ ആങ്സൈറ്റി ലെവൽ കൂടി ഡിപ്രസീവ് അവസ്ഥ ഓരോ ഏജ് കഴിയുമ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം സൈക്യാട്രി റെഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതാണ് ചെയ്യേണ്ടത് സർ. സൈക്യാട്രി ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് പഠിപ്പിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ബാക്കിയുള്ളതിലൊന്നും കുട്ടിക്ക് താല്പര്യമില്ല. ആ ഒരു സ്റ്റേജിലാണ് കുട്ടിയുള്ളത്. സൈക്കാട്രിക് ലെവലിൽ പോകണമെങ്കിൽ കുട്ടി അമിതമായിട്ട് എന്തെങ്കിലും കാണിച്ചു തുടങ്ങും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ ഇല്ലാണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായി മാനസികമായിട്ട് ഇയാളെന്നാണ് പബ്ലിക് ആയിട്ട് ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കുട്ടിയുടെ മുമ്പിൽ ചെന്ന് വന്നിട്ട് കുട്ടിയുടെ മുമ്പിൽ വെച്ച് വാൺ ചെയ്യണം, അയാൾക്കൊരു ഭീഷണി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ട്രോമ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ നമ്മൾ സൈക്കാട്രി ലെവലിൽ പോയി കുട്ടിക്ക് ചെറുപ്പത്തിലെ മെഡിസിനും കാര്യം കൊടുത്ത് അതങ്ങനെ കുട്ടിയുടെ ഒരു ലൈഫ് തകർക്കുന്ന ഒരു രീതിയിലായിരുന്നു. അല്ല സർ, അതെന്താണെന്ന് വെച്ചാൽ 3-ാം ക്ലാസ്സിൽ നടന്ന സംഭവം ആയതുകൊണ്ട് 2 വർഷമായി കുട്ടി ഇത് വല്ലാത്തൊരു ട്രോമ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് സൈക്കാട്രി അങ്ങനെ. അല്ല, കുട്ടി എന്തെങ്കിലും മാനസികമായിട്ട് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സൈക്കാട്രിക് ഒക്കെ ഓക്കെയാണ് എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അയാളെ ഒന്ന് ശരിക്കും അയാളെ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക, അതിനുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടിയുടെ മുമ്പ് തന്നെ. കാരണം എന്നെ ശിക്ഷിച്ച ആള്, എന്നെ ഉപദ്രവിച്ച ആള് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരാത്തോളം കാലം ഈ ഒരു ട്രോമ കുട്ടിയുടെ മനസ്സിൽ എന്ത് ഉപ്പ ഈ കുട്ടീന്റെ മുന്നിൽ വിളിച്ചു. അയാളിപ്പം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഉപ്പ ഈ കുട്ടീന്റെ മുന്നിൽ നിന്ന് വിളിച്ചിട്ട് വോൺ ചെയ്തെന്ന് പറഞ്ഞപ്പോ തന്നെ കുട്ടിക്ക് 2 ദിവസം കൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് സാർ. അപ്പൊ അത് സൈക്യാട്രി റെഫർ പോകണ്ടെന്ന് അവരടുത്ത് പറയല്ലേ, നമ്മൾ കുറച്ചുകൂടെ നോക്കിയിട്ട്. അതെ, കുട്ടിയുടെ സിറ്റുവേഷനും കൂടുതലായിട്ട് കുട്ടി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക, കുട്ടീന്റെ കൂടുതലായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവുന്ന മൊമെന്റ്സുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. തൽക്കാലം ഇതൊക്കെ ചെയ്യാം. സാറേ, ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസ് തന്നെ ഈ കാര്യങ്ങൾ മറ്റാരോടും പറയാനോ അല്ലെങ്കിൽ അത് അയാൾക്കൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കത്തക്ക രീതിയിൽ റിപ്പോർട്ട് ചെയ്യാനൊന്നും പേരൻസ് സമ്മതിക്കില്ല. മറ്റുള്ളവർ അറിഞ്ഞാൽ കുട്ടിക്ക്
മോശമാന്നുള്ള രീതിയിൽ. അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് കുട്ടിക്ക് ഇപ്പത്തെ ഒരു സാഹചര്യം, ഇപ്പൊ നാണക്കേട് നിങ്ങൾക്ക് 1-2 ദിവസമേ ഉണ്ടാവും. പക്ഷെ കുട്ടിക്ക് അനുഭവിക്കുന്ന ലൈഫ് ലോങ് പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് കുട്ടീനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നിങ്ങളടുത്ത് വന്നിട്ട് പാരന്റ് ഇങ്ങനെ വന്ന് പറയാണ്, എനിക്ക് നിങ്ങൾ ആരോട് പറയും, പക്ഷെ നിങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. നിങ്ങളെ കടമ എന്താണ്? എത്തിക്സ് പ്രകാരം നിങ്ങളോട് പാരന്റ് പറയണം, എന്റെ അടുത്ത് ഇങ്ങനെ കേസ് വന്നത് കൊണ്ട് ഞാൻ അറിയിക്കേണ്ടടുത്ത് എന്തായാലും അറിയിക്കും. കാരണം നിങ്ങൾ നാളെ ഒരു പ്രശ്നമായിട്ട് വേറെ ക്ലിനിക്കിൽ പോകുമ്പോൾ നിങ്ങൾ ആരടുത്താണ് ആദ്യം ഒരു കൗൺസിലർ അടുത്ത് പോയിട്ട് ഞങ്ങൾ അവരോട് പ്രശ്നം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നം വരും. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായി റിപ്പോർട്ട് എഴുതുക, കറക്റ്റ് അറിയിക്കേണ്ട നമ്മൾ അറിയിക്കുന്ന പാരന്റിനോട് പറയാം. അപ്പൊ പാരന്റ് അപ്പൊ ഒന്ന് പേടിക്കും, അവിടെ ഇരിക്കും, എന്നാ നമുക്ക് ഇതിലേക്ക് പോവാം, അവര് സമ്മതിക്കും. എനിക്ക് ആരോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ചെറിയ കുട്ടീന്റെ പ്രശ്നമാണ്. കാരണം കുട്ടിക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് ആ വിഷയം അല്ലെങ്കിൽ എനിക്കൊരു വിഷയമല്ല, പക്ഷെ ഞാൻ അറിയിക്കേണ്ടടുത്ത ആൾക്കാർ അറിയിക്കും. ഓക്കെ സർ. Okay. ഈ Thank you. പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എങ്ങനെ കേട്ടില്ല? CCT എങ്ങനെ അപ്ലൈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എങ്ങനെയാന്ന് വെച്ചാല് അവരെ CCT ഈ NPD-ലൊക്കെ NPD-ലൊക്കെ എന്ന് പറഞ്ഞാൽ അവര് വളരെ ബുദ്ധിമുട്ടാണ്, ടാസ്ക് ആണ്. എങ്കിൽ പോലും അവരെ തന്നെ കൂടുതലായിട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അവർ ആ തോട്ട് റെക്കോർഡ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനോട് നിങ്ങൾക്ക് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അറിയാതെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത്രയും ആളുകളെ വീട്ടിലുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ എത്രത്തോളം ആനന്ദം കണ്ടെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ഈ തോട്ട് റെക്കോർഡിൽ എഴുതിക്കുകയാണ്. അതിൽ എന്താണ് ബാഡ് എക്സ്പീരിയൻസിന് പകരം എന്താണ് അവരോട് ചിന്തകളിൽ ഉണ്ടാവുന്ന എന്താണ് പരിണാമം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ചിന്തകളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത്. കാരണം അവരെ ചിന്തയിൽ വരുന്ന പ്രശ്നങ്ങളാണ് അവര് വീട്ടിൽ നിൽക്കുന്ന ആ കുട്ടികളെ അടിക്കുക, അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനെ ഉപദ്രവിക്കുക, പുറത്തിറങ്ങിയാലോ ആള് വളരെ ഡീസന്റ് ആയി. അപ്പോ ഈ ഒരു വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പൊ തോട്ട് റെക്കോർഡിൽ എങ്ങനെ ചേഞ്ച് മാറ്റുക? നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു പ്രശ്നം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നു, ആള് പുറത്താകുമ്പോൾ വളരെ ഡീസന്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ തമ്മിൽ എങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് അവരോട് ചോദിക്കണം. കാരണം NPD ഉള്ളത് കൗൺസിലിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്, വരൂല. ഇനിയിപ്പോ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ എന്താണ് പിന്നെ ഒരു നമുക്ക് ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. വരെ 1-2 സെഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു നല്ല ആളുകൾ ഒക്കെ നമ്മൾ ഒരു സംസാരിക്കാൻ വില്ലിങ് ആണ് എന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു തോട്ടൊക്കെ അവരോട് ചോദിക്കാം. NPD ഉള്ള ആൾക്ക് തന്നെ ഇൻസെക്യൂരിറ്റി ഫീൽ ഒക്കെ ഭയങ്കര കൂടുതലായിട്ട്, അതെ ഇതുകൊണ്ടുള്ള ഈ ഫിസിക്കൽ സിംറ്റംസ്, എനിക്ക് അറ്റാക്ക് വരുമോ, എനിക്ക് അത് വരുമോ, എനിക്ക് ഇത് വരുമോ, അവിടെ പോയില്ല ഇവിടെ പോയില്ല, ഡ്രൈവ് ചെയ്യൂല, അങ്ങനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത്? അതൊരു ആങ്സൈറ്റി ലെവലാണ്. അതിന് നമുക്ക് ഒരുപാട് ടേംസും കാര്യങ്ങളും പറയാനുണ്ട്. അത് ഒരു ആങ്സൈറ്റി ലെവലാണ്. അത് എന്തിനാണ് ആങ്സൈറ്റി കറക്റ്റ് അവരോട് അറിയാൻ കഴിയണം. കാരണം നമ്മൾ CBT-യിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അത് വളരെ ആങ്സൈറ്റി വളരെ നമ്മൾ ഒരുപാട് ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആങ്സൈറ്റി ലെവൽ കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിംബിൾ അക്കാദമിന്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അല്ല സോറി, പിന്നെ യൂട്യൂബിന്റെ ഒരു ചാനൽ മുമ്പ് ഒരു ഫ്രീ സെഷൻ നടന്നിട്ടുണ്ട്, ആങ്സൈറ്റി ടൂൾസ് എങ്ങനെയാണെന്നുള്ളത്. അതൊന്ന് കേട്ടാൽ മതി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും? അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. സർ ഒരു കാര്യം ചോദിക്കട്ടെ? യെസ്, പറഞ്ഞു. സർ നമ്മളിപ്പോ CCT-യിൽ സ്റ്റാർട്ട് ചെയ്യാണ്, എന്നിട്ട് നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷന്റെ ഒക്കെ ഒരു ലെവൽ ഏകദേശം മനസ്സിലാവാണ്. അപ്പൊ നമ്മള് ഫർദർ അത് CBT വെച്ചോ അങ്ങനെയൊക്കെ പ്രൊസീഡ് ചെയ്യല്ലേ വേണ്ടത്? അത് തെറാപ്പി അവിടെ CCT അവസാനിപ്പിക്കുകയാണോ? ഇല്ലല്ല, അവര് നമ്മൾ ആങ്സൈറ്റി ലെവൽ ഇപ്പൊ പെട്ടെന്ന് തീരൂല. അതിലിപ്പോ നമ്മൾ CBT ഉപയോഗിക്കേണ്ടി വരും, REBT ഉപയോഗിക്കും, DBT ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഇതിനൊക്കെ പുറമെ എന്താണ് ഈ ഒരു ആങ്സൈറ്റി ലെവൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അവര് ഉള്ളിൽ കിടക്കുന്ന അവരുണ്ടാവും, ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ, ഒരു ആങ്സൈറ്റി. ആ ഭയം നമ്മൾ ഉണ്ടാക്കി ഇല്ലാതാക്കണമെങ്കിൽ എന്താണ് ഈ ഒരു CCT നിർബന്ധമാണ്, വളരെ ഉപകാരപ്പെട്ടതാണ്.
ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഒരു CCTയില് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വേറെ തെറാപ്പീസിലേക്ക് ചേഞ്ച് ആവാനാണോ? ഓ അങ്ങനെ ആ, ഇതല്ല. നമ്മൾ ഓക്കെ എക്ലക്റ്റിക് അപ്രോച്ച് എടുക്കുമ്പോൾ CCT കൊടുക്കുക. ഇപ്പൊ ഇന്റർഗ്രേറ്റഡ് ആകുമ്പോൾ എന്താണ് രണ്ടാമത്തെ സെഷനിൽ മറ്റുള്ള തെറാപ്പി ടെക്നിക്കും കോഴ്സും ഒക്കെ കൊടുക്കുക. ഓക്കെ ഓക്കെ. സർ അതുപോലെ ഒന്ന് ചോദിക്കട്ടെ, വേറൊരാള് പെർഫെക്റ്റ് ആണെന്ന് കരുതിയിട്ട് അയാളെ അതുപോലെ അനുകരിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരാള് പെർഫെക്റ്റ് അത് അനുകരിക്കുക അത് ഏതൊക്കെ ആ രീതിയിലാണ് അതെന്റെ സ്കൂളിലുള്ള ഒരു കുട്ടിയുടെ പ്രശ്നം സർ. ആ കുട്ടീന്റെ വേറൊരു കുട്ടി പെർഫെക്റ്റ് ആണെന്ന് ഈ കുട്ടി സ്വന്തം ചിന്തിക്കുക. ആ കുട്ടി പെർഫെക്റ്റ് ആണ്. അപ്പൊ ആ കുട്ടി കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, കൂടുതൽ അതിന് വാല്യൂ കിട്ടുന്നുണ്ട് എന്ന് കരുതി ആ കുട്ടി എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ കുട്ടി അനുകരിക്കും. അപ്പൊ സ്വന്തം ഐഡന്റിറ്റി കുട്ടി മറന്നു പോകുന്നു എന്ന് പറയുന്ന അവസ്ഥ. അതെ. അപ്പോ ആ സമയത്ത് നമുക്ക് ഈ കുട്ടീനെ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഉപയോഗിച്ചൂടെ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് അപ്പൊ ആ കുട്ടി എന്തുകൊണ്ടാണ് കുട്ടി അത് അപ്പോ കുട്ടീനോട് ചോദിക്കുക, പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്, അതായത് മറ്റുള്ള കുട്ടികളെ മുകളിൽ മോഡലാക്കി എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അപ്പൊ കുട്ടീനോട് ചോദിക്കുക, മോക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് ചോദിക്കുക. ചോദിക്കുക നോർമലായിട്ട് എല്ലാം. അത് അപ്പൊ കുട്ടിയുടെ ഇഷ്ടങ്ങളായിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ ഡ്രസ്സ് കഴിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോകാൻ ഇഷ്ടം. അന്നപ്പോ കുട്ടീനെ ഈ എന്തുകൊണ്ട് അത് ലൈഫിലേക്ക് കൊണ്ടുവരുന്നില്ല? അടുത്ത ചോദ്യം നമ്മൾ അതാണ്, എന്തുകൊണ്ട് അത് കൊണ്ടുവരുന്നില്ല? എന്താണ് മറ്റൊരു കുട്ടികളെ പോലെ മോക്ക് സ്വന്തമായിട്ട് കാരണം എന്താണ് ആ ഒരു മറ്റൊരു മോഡലാക്കി എടുക്കുന്നത് നെഗറ്റീവായി കാണരുത്. കാരണം എന്താണ്, ഉള്ളിലുള്ള ഇന്നർ ആയിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് ഉള്ള കാര്യം നമ്മൾ കുറെ പോസിറ്റീവ് അങ്ങോട്ട് കൊടുക്കണം. ഇത്രയും നല്ല മറ്റുള്ള പോലെ ആക്റ്റീവ് മോഡലാക്കി നടക്കുന്ന മോക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരുപാട് കഴിവ് മോക്ക് ഉണ്ടാവില്ലേ? അതെന്താണ് പുറത്തേക്ക് കൊണ്ടുവരാത്തത്? കാരണം ഒരു CCTന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഉള്ളിലെടുക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നമ്മൾ സെൽഫ് എസ്റ്റീമിന്റെ പ്രശ്നമാണോ? ഇത് സെൽഫ് എസ്റ്റീം അതെ ഇല്ലാത്തത് കൊണ്ട് അതെ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത പ്രശ്നമാണ്. സ്വന്തത്തോട് കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ വീട്ടിൽ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റുള്ളവരെ കണ്ടുപിടിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, വീട്ടുകാരുണ്ടാവുമല്ലോ. വീട്ടില് കമ്പാരിസൺ ഉണ്ട് സർ. വീട്ടില് ഈ കുട്ടീനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ പിന്നെ കുട്ടി മറ്റുള്ള കുട്ടികളെ കണ്ട് തന്നെ പഠിക്കും, അതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യാം. പക്ഷെ ഈ കുട്ടിക്ക് എവിടെയാ പ്രശ്നം വരിക എന്നറിയോ? കുട്ടിക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോ, ഇപ്പോ കുട്ടിയുടെ ഏജ് കഴിഞ്ഞു, ഒരു കല്യാണം ഏജ്, ഒരു ജോലി സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കുട്ടി അവിടെ തളർന്നു പോകും. അവിടെ ആയിരിക്കും കുട്ടി ഇപ്പൊക്കെ നോർമലായിട്ട് അങ്ങനെ നടന്നു പോകും, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. പക്ഷെ കുട്ടിക്ക് സ്വന്തം ലൈഫിൽ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം വരുമ്പോ അവിടെ കുട്ടി തളരും. അവിടെ ആയിരിക്കും പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോഴായിരിക്കും മേലോട്ടൊക്കെ വീട്ടുകാരും. അപ്പൊ ഇപ്പോഴേ എന്താണ് നമുക്ക് ചെയ്തോണ്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. ഇപ്പൊ കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയില്ല, വേറെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഈ കുട്ടിയെ മുഴുവൻ അനുകരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല കുട്ടിയുള്ളത്. അപ്പോ ഇതിങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് എന്താണ്, നിങ്ങൾ ടീച്ചേഴ്സോ ഒരു കൗൺസിലറോ ആയിക്കോട്ടെ, നമുക്ക് ചെയ്താണ് സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിപ്പിക്കുക കുട്ടീനെ കൊണ്ട്. അല്ലെങ്കിൽ ജേണൽ എഴുതുമ്പോൾ തന്നെ എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എന്നുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം കുട്ടീനോട് അത് പറയുക. ദിവസം ഒരു 10 പ്രാവശ്യം എഴുതാനോ അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം എഴുതാനോ. എന്നിട്ട് ഓരോ കാര്യം ദിവസം കുട്ടീനോട് പറയും, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പൊ എന്താണ്, നോർമലായിട്ട് ഒരു സെൽഫ് എസ്റ്റീം കുട്ടിക്ക് ഓട്ടം വരാനുള്ള സാധ്യത കൂടും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഒരു നല്ലൊരു സെഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഡിസ്കഷൻ നടന്നു. എൻ്റെ ക്ലാസ്സിന്റെ ഒരു തിയറിറ്റിക് പാർട്ടിന് പുറമെ നിങ്ങളെ പോലെ ഒരുപാട് ഡിസ്കഷൻ ആണ് ഏറ്റവും നല്ല വാല്യുബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ പറ്റും, എനിക്കും പഠിക്കാൻ പറ്റും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത്. ഇതുപോലത്തെ നമ്മൾ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുക. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? യെസ്, പറഞ്ഞോളൂ. ഈ പോക്സോ പോലുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോഴേ ഇതുപോലെ രക്ഷിതാക്കള് താല്പര്യമില്ല എന്ന് പറഞ്ഞത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ കൗൺസിലർ അതിൽ പ്രതിയായിട്ട് വരില്ലേ? വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. അത് ഞാനതാ പറഞ്ഞത്, അവര് വില്ലിങ് അല്ലെങ്കിൽ എന്താണ്, അവരോട് പാരന്റിനോട് പറയും, എനിക്ക് ഏതാണ് മനസ്സിലായി കുട്ടിക്ക് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് ഞാൻ അറിയിക്കേണ്ടവരെന്തായാലും ഞാൻ അറിയിക്കും. അത് നിങ്ങൾ ഇപ്പൊ അറിയിക്കേണ്ടെന്ന് പറഞ്ഞാലും അവരോട് നമ്മൾ തുറന്നു പറയാം. ഓക്കെ സാർ. അപ്പൊ അത് അതിന്റെ കുറ്റവാളിയെ സംരക്ഷിക്കുകയും ചെയ്ത ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കേണ്ടി വരും, അല്ലെ സാറേ? യെസ്, അത് തന്നെ.
ഈ അബ്യൂസ് എന്താണ് കേസുകൾ വരുന്നുണ്ടല്ലോ സാർ, ഭയങ്കര ടെൻഷനാണ്. നമ്മള് പ്രതിയാവും, വേറെയുള്ള കാര്യങ്ങൾ, വിറ്റ്നസ് ഇതെല്ലാം ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷനാവും ഈ അബ്യൂസ് കേസുകൾ വരുമ്പോ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? കുഞ്ഞു മക്കളെ വിഷയത്തിൽ വേറൊരു ഇതുവരെ കുട്ടികൾക്ക് ട്രോമ വന്ന കഥകളാണ് നമ്മൾ കേട്ടത്. പക്ഷെ എനിക്ക് ലാസ്റ്റ് വന്നൊരു കേസ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത്രേ, എനിക്ക് കല്യാണം കഴിക്കണം അമ്മയുടെ അടുത്ത്. അപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഈ കുട്ടിയുടെ ഒരു കസിൻ ബ്രദർ കുട്ടിക്ക് എന്തോ വീഡിയോ കാണിച്ചെടുത്തു. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയണു. അമ്മ വിചാരിച്ചു ഇത് വെറുതെ കുട്ടികളെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പറയണതാണെന്ന്. പക്ഷെ ജെന്യുൻ ആയിട്ട് ചോദിച്ചപ്പോൾ ടീച്ചർ അടുത്താണ് ഈ കഥകളൊക്കെ പറഞ്ഞതെന്നാ പറയുന്നത്. അങ്ങനത്തെ കേസുകളും ഉണ്ട്. അപ്പൊ എന്താണ് സോഷ്യൽ മീഡിയയിലെ കുട്ടിയുടെ വളർച്ച അത് പരമാവധി റെഡ്യൂസ് ചെയ്യേണ്ടി വരും. കുട്ടിക്ക് മറ്റുള്ള ഗെയിംസ്, പ്ലേ തെറാപ്പി പോലത്തെ ആർട്ട് തെറാപ്പി അതിലേക്ക് കൂടി കുട്ടിയെ കൂടുതലായി ഫോക്കസ്. ഇപ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാന്ന് കുട്ടിക്ക് പറ്റൂല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായമല്ലേ. അപ്പൊ എന്താണ് മറ്റ് ഗെയിംസും കുട്ടിയുടെ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഗെയിംസിലൂടെ തന്നെ എന്താണ് കുട്ടിയെ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ വേറൊന്നും നമുക്കിപ്പോ ചെയ്യാൻ പറ്റൂലല്ലോ. അവരുടെ പാരന്റ്സ് ഇൻവോൾവ് ആവാതെ ടീച്ചറാണ് എന്നെ കോണ്ടാക്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട്. പാരന്റ്സ് വില്ലിങ് ആവേ ഇല്ല എന്ന് പറയാം. പാരന്റ് വില്ലിങ് അല്ല എന്ന് പറയുന്നത് പാരന്റിന്റെ ഈ പല കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് പാരന്റ് ഒരുമിച്ചാണ് ഒരേ ബെഡിൽ കിടക്കുന്ന സമയത്ത് കുട്ടി കൂടെ തന്നെയാണ് കിടക്കുന്നത്, അതുകൂടി ശ്രദ്ധിക്കണം. പല കേസ് മുമ്പ് എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം എന്നുള്ളത്. അതൊരു കുട്ടി പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞ ഒരേ കേസ് തന്നെ. അപ്പൊ എന്താണ് ഒരു ഏജ് ആകുമ്പോ എന്താണ് കുട്ടികൾ എന്താണ് നമ്മളെ മാറ്റി കെടുത്താനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ഡിപ്പെൻഡഡ് അല്ലാണ്ട് വളർത്താൻ ശ്രമിക്കണം. ഇതൊക്കെ ഒരു തുടക്കമാണ്. ഡിപ്പെൻഡഡ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തുള്ള കാര്യം കുട്ടീനെ പഠിപ്പിക്കുക എന്നല്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങണം കുട്ടികളെ. അതായത് ഒരു ഏജ് കഴിയുമ്പോൾ കുട്ടികളെ മാറ്റി കെടുത്താൻ ശീലിക്കണം. ഇപ്പൊ വീട്ടിലിപ്പോ ആരുമില്ല, ഭർത്താവ് ഗൾഫിൽ, അങ്ങനെയൊക്കെ ആണ് ഓക്കെ. എങ്കിൽ പോലും എന്താണ് ഒരു ഭാര്യയും ഭർത്താവ്, ഒരു ബെഡ്റൂം, മക്കളും 2 മകൾ എല്ലാവരും ഒരുമിച്ച് ആ ഒരു ശീലം എന്താണ് ഓരോ ഏജ് കഴിയുമ്പോൾ, ഒരു 5-6 വയസ്സ് കഴിയുമ്പോൾ തന്നെ എന്താണ് കുട്ടികളെങ്ങനെ മറ്റുള്ള റൂമിൽ സിബ്ലിങ്ങിന്റെ കൂടെ മാറ്റി കിടക്കുക. ഇപ്പൊ ഒറ്റക്കാണ് കുട്ടി കിടക്കൂലല്ലോ, 2 പേരെന്താണ് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ കിടത്തി അതങ്ങനെ ശീലിപ്പിക്കുക. ഇതൊക്കെ എന്താണ് കുട്ടികൾ, നമുക്ക് ചിലപ്പോൾ ഒരു പേഴ്സണൽ ലൈഫ് കുട്ടികൾ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മളെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ എന്താണ് ഫ്യൂച്ചറിലൊക്കെ എന്താണ് ഇതുപോലത്തെ കേസുകൾ വരികയില്ല. ഓക്കെ അല്ലേ? ഓക്കെ സർ, താങ്ക് യു. ഇതിന്റെ PPT ഞാൻ നിങ്ങൾക്ക് വിടാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ ആ തോട്ട് റെക്കോർഡ് ഞാൻ എന്റെ ഫോണിൽ ഞാനൊക്കെ ക്ലിയർ ചെയ്ത്, ആദ്യം ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്തുകൊണ്ടൊക്കെ പോയതാണ്. അപ്പൊ കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ സർ. അപ്പോ വളരെ സന്തോഷം. ഇനി ആർക്കൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രൂപ്പിൽ അല്ലെ പേഴ്സണൽ ആയിട്ടൊക്കെ എന്തെങ്കിലും ചോദിക്കാം, വിഷയങ്ങളൊന്നുമില്ല. അടുത്ത ആഴ്ച നമ്മള് പുതിയൊരു ഇന്റലിജൻസ് ടെസ്റ്റ് എല്ലാം ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ക്ലാസ് കൊടുക്കുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. സർ ഈ CBT തെറാപ്പീസിന്റെ ഒക്കെ വേറെ തന്നെ കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതുണ്ട്, അക്കാദമിയിൽ ഉണ്ട്, പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിന്റെ ഒന്ന് ഇൻഫർമേഷൻ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഗ്രൂപ്പിലില്ലേ? ഉണ്ട് ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ പോസ്റ്റ് വരും. നാളെ ഞായറാഴ്ചയാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് നാളെ പോസ്റ്റർ വരും. ഓക്കെ ഇന്നത്തെ സെഷൻ വളരെ നന്നായിരുന്നു. ഇതിന്റെ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ എല്ലാം ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റും സർ ഇൻഫർമേഷൻ? അത് നമുക്ക് ചെയ്യാം. അത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോ സ്റ്റുഡന്റ് കൗൺസിലിന്റെ ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ ആവശ്യമുള്ളതാണത്. അപ്പൊ കഴിഞ്ഞിട്ട് വേണം ഇതൊരു സെഷൻ വേണം നടത്താം. അല്ലെങ്കിൽ നമ്മൾ അക്കാദമിയിൽ തന്നെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് ഈ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ആളുകൾ. ഈ ഫ്രീ വെബിനാർ പോലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇനി പെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ അക്കാദമിയാണ് തീരുമാനിക്കുക, നമ്മളല്ല. ഇല്ല, നമുക്ക് ഒറ്റക്കും ചെയ്യാൻ പറ്റില്ല. അതൊരു ക്ലിനിക്കൽ ലെവലിൽ വേണം. പക്ഷെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക നല്ലതാണ്. ഒരു ടീച്ചേഴ്സിനൊക്കെ, സ്കൂൾ ടീച്ചേഴ്സ് ഒരു ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് നല്ലതാണ് എപ്പോഴും. അതിനൊക്കെ ഒരുപാട് സൈക്കോളജിക്കൽ അസസ്മെന്റും കാര്യങ്ങളും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇന്റലിജൻസ് ടെസ്റ്റ്?
അതങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു അതിനെപ്പറ്റി ഒരു അവയർനെസ്, ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലതാണ്. കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. നമ്മളിപ്പോ ഒരു കുട്ടികളെ പിന്നെ ചികിത്സിക്കുന്നൊന്നുമില്ലല്ലോ. ക്ലാസ് റൂമിലും മറ്റു കാര്യങ്ങളും ഇങ്ങനെ ടെസ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഒരു അവയർനെസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? എനിവേ താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. Thank you, sir. Good day, sir.